കൊണ്ടിരിക്കുന്ന ഭാഗവത സപ്താഹയജ്ഞത്തിൻ്റെ സത്രയജ്ഞത്തിൻ്റെ ഇന്നത്തെ ഈ ഒരു കാലാംശത്തിൽ സീതാപരിത്യാഗം എന്നുള്ള ഒരു വിഷയത്തെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഏറെ ആരാധ്യനായ സത്ര ആചാര്യൻ ശ്രീ പാണ്ടനാട് രഞ്ജിത്ത് അവറുകൾ ഈ ക്ഷേത്രത്തിൻ്റെ വിവിധങ്ങളായ ചുമതലകളിൽ പ്രവർത്തിക്കുന്ന ശ്രേഷ്ഠരായ വ്യക്തിത്വങ്ങൾ, എൻ്റെ കുടുംബാംഗങ്ങളായി ബന്ധുജനങ്ങളായി വന്നു ചേർന്ന എല്ലാവർക്കും വളരെ പ്രേമപൂർണമായ നമസ്കാരം. രാമായണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന രാമായണം മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ നമുക്ക് സമ്മാനിച്ച കിളിപ്പാട്ട് ആണ്. എഴുത്തച്ഛൻ കിളിപ്പാട്ട് എഴുതുന്ന ഒരു കാലം ഭക്തിയില്ലാതെ മൃഗതുല്യരായി ജീവിക്കുന്ന മനുഷ്യ സമൂഹത്തിന് ഭക്തിയുടെ സുന്ദരമായ മധുരം ചേർത്ത് ശ്രീരാമഭദ്രൻ്റെ ദേവത്വഭാവത്തെ മാത്രം പ്രകടിപ്പിച്ച് നമ്മളെ സുന്ദരമായ ഒരു ജീവിത മൂല്യങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തി വലിയ ഒരു പരിവർത്തനമായിരുന്നു കിളിപ്പാട്ടിലൂടെ നമുക്ക് ലഭ്യമായത്. ആചാര്യനായ എഴുത്തച്ഛന് ഈ രാമായണ കാവ്യം ചമയ്ക്കുവാൻ, എഴുതുവാൻ എവിടെ നിന്നാണ് ആധികാരികമായ രേഖ ലഭിച്ചത്? മലയാളത്തിലേക്ക് ഇത്രയും സുന്ദരമായി അത് എഴുതണമെങ്കിൽ അതിസുന്ദരമായി മറ്റൊരാൾ അതിനെ എഴുതിയിട്ടുണ്ടാകണം. ആ എഴുതിയത് വ്യാസഭഗവാനാണ്. നമ്മുടെ പുരാണങ്ങളിൽ ഒരു പുരാണമായ ബ്രഹ്മാണ്ഡ പുരാണത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു സ്വതന്ത്ര കൃതി പോലെ എഴുതപ്പെട്ട രാമായണമുണ്ട്. ആ രാമായണത്തിൻ്റെ പേരാണ് അധ്യാത്മരാമായണം എന്നുള്ളത്. അധ്യാത്മരാമായണം സംസ്കൃതം മൂലഗ്രന്ഥത്തെ അതേപോലെ പദാനുപദം ഭംഗിയായി മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത് നമുക്ക് കിളിപ്പാട്ട് തന്നു. അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. നമ്മൾ നമ്മുടെ വീടുകളിൽ വായിക്കുന്ന രാമായണം വ്യാസൻ എഴുതിയ രാമായണത്തിൻ്റെ മലയാള മൊഴിമാറ്റമാണ്. അതുകൊണ്ട് വ്യാസഭഗവാൻ എഴുതിയ രാമായണത്തിൻ്റെ പേര് അധ്യാത്മരാമായണം. അത് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തപ്പോൾ കിളിപ്പാട്ട്. അപ്പോൾ അധ്യാത്മരാമായണം, കിളിപ്പാട്ട്. നാം വായിക്കുന്ന രാമായണം വ്യാസഭഗവാൻ എഴുതിയതാണ്. ഏത് വ്യാസൻ എന്ന് ചോദിക്കരുത്. ചോദിച്ചാൽ ഉത്തരം കൃഷ്ണദ്വൈപായനനല്ല. വ്യാസൻ എന്നത് ഒരു പരമ്പരയാണ്. ആ പരമ്പരയിൽ വിശാല ബുദ്ധികളായ നിരവധി മഹത്തുക്കൾ ഉണ്ടായിരുന്നു. ആ ശ്രേഷ്ഠന്മാരെയും പണ്ഡിതന്മാരെയും മഹത്തുക്കളെയും എല്ലാം ഒരൊറ്റ പേരിലാ വിളിക്കുക, വ്യാസൻ. അല്ലാതെ ഈ പുരാണങ്ങളെല്ലാം എഴുതിയത് വ്യാസൻ 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 എന്ന് നമ്മൾ മുതിർന്നവർ വിചാരിച്ചാലും വലിയ പ്രശ്നമില്ല. പുതിയ തലമുറ കുട്ടികൾ അവർ യുക്തിബോധമുള്ളവരാ. അന്ന് വേദങ്ങളെ വ്യസിക്കുകയും മഹാഭാരതം എഴുതുകയും അതിൻ്റെ ഉള്ളിലുള്ള ഭഗവത്ഗീത നമുക്ക് സമ്മാനിക്കുകയും ഒക്കെ ചെയ്ത ഈ വേദവ്യാസൻ തന്നെയാണോ പിൽക്കാലത്ത് പുരാണവും രചിച്ചത് എന്ന് ചോദിച്ചാൽ അപ്പോൾ വേദവ്യാസൻ എന്ന് പറയരുത്, വ്യാസനാണെന്ന് ഉറച്ചു പറയണം. കാരണം വ്യാസൻ എന്നത് ഒരു വ്യക്തിയല്ല, ഒരു പരമ്പരയാണ്. ആ പരമ്പരയുടെ ആദ്യത്തെ കണ്ണിയാണ് വേദങ്ങളെ വ്യസിച്ച് മഹാഭാരതം നമുക്ക് സമ്മാനിച്ച വേദവ്യാസൻ, കൃഷ്ണദ്വൈപായനൻ എന്ന ആ മഹാവ്യക്തിത്വം.
പിന്നീട് വന്ന ശ്രേഷ്ഠന്മാരായിട്ടുള്ള എല്ലാ വ്യക്തികളെയും നമ്മൾ വ്യാസൻ എന്ന് പറയും. എങ്ങനെ മനസ്സിലാക്കണം ഇത്? എൻ്റെ മുത്തച്ഛന് കത്തുകൊണ്ട് കൊടുത്തത് പോസ്റ്റ്മാൻ ആയിരുന്നു. ഞാൻ എൻ്റെ അച്ഛനോട് ചോദിച്ചു, അച്ഛനോ? അച്ഛനും പോസ്റ്റ്മാനാണ്. എനിക്കും പോസ്റ്റ്മാൻ തന്നെ. പോസ്റ്റ്മാനാണ് കത്ത് കൊണ്ടുവരിക, പക്ഷെ വ്യക്തികൾ മാറും. സ്ഥാനപ്പേര് പോസ്റ്റ്മാൻ, വ്യക്തികളോ മാറിക്കൊണ്ടേയിരിക്കും. അത് എത്ര തലമുറ കഴിഞ്ഞാലും ഇനി വരുന്ന തലമുറയ്ക്കും ഇതെല്ലാം നിലനിന്നാലും ആ കൊടുക്കുന്ന വ്യക്തിയുടെ പേര് പോസ്റ്റ്മാൻ. ഇതുപോലെ വ്യാസൻ. ഇതുപോലെയാണ് ശ്രീശങ്കരന് ശേഷം ശങ്കരാചാര്യന്മാരാണെല്ലാം. കണക്ക് നോക്കിയാൽ 10, 200, 300 അധികം ശങ്കരാചാര്യന്മാർ വന്നുപോയി. എല്ലാവരും ശങ്കരൻ. അവസാനമൊക്കെ നമ്മൾ ഇന്ന് പറയുന്ന പല കൃതികളും ശ്രീശങ്കരൻ എഴുതിയതാണ്. ഏത് ശങ്കരൻ? അങ്ങനെ ചോദിക്കാൻ പാടില്ല, ശ്രീശങ്കരൻ. പക്ഷെ അധികം സംശയമുള്ളവരുടെ മുന്നിലാണ് ഇതൊരു പരമ്പരയാണ് എന്ന് പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് നമ്മുടെ വീടുകളിൽ വായിക്കുന്ന സുന്ദരമായ ആ ഭക്തിയുടെ മധുരമുള്ള ഗീതം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ തന്നത് വ്യാസൻ എഴുതിയ അധ്യാത്മ രാമായണത്തിൽ നിന്നാണ്. വ്യാസൻ എഴുതിയ അധ്യാത്മ രാമായണത്തിന് 7 കാണ്ഡങ്ങളുണ്ട്. അതിൽ 64 സർഗങ്ങളുണ്ട്. അതിൽ 4228 ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ 7 അധ്യായങ്ങളിലായി 64 സർഗങ്ങളിലായി 4228 ശ്ലോകങ്ങളുള്ള ഒരു ഗ്രന്ഥം മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തപ്പോൾ ആവശ്യമുള്ളതേ എഴുത്തച്ഛൻ എടുത്തുള്ളൂ. അതുകൊണ്ട് 7 കാണ്ഡത്തിൽ 1 മാറ്റിവെച്ചു, മറിച്ച് 6 കാണ്ഡം മാത്രമായി എഴുത്തച്ഛൻ എഴുതി. എന്തുകൊണ്ട് എഴുതി? അന്നതേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. ഇന്ന് എഴുതുകയാണെങ്കിലോ ചിലപ്പോൾ ഉത്തരകാണ്ഡവും ചേർക്കുമായിരിക്കും. അതുകൊണ്ട് പരമ്പരാഗതമായി സാമ്പ്രദായികമായി നമ്മൾ ഇന്ന് വായിക്കുന്ന രാമായണത്തിൽ 6 കാണ്ഡങ്ങളേ ഉള്ളൂ. അതിനർത്ഥം രാമായണത്തിൽ 7 കാണ്ഡം എന്നല്ല, എഴുത്തച്ഛൻ എഴുതിയ കിളിപ്പാട്ടിൽ 7 കാണ്ഡമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ രാമായണത്തിൽ എത്ര കാണ്ഡമുണ്ട് എന്ന് ചോദിച്ചാൽ 6 എന്ന് എഴുതിയാൽ തെറ്റാണ് ഉത്തരം. അല്ലെങ്കിൽ കിളിപ്പാട്ടിൽ എത്ര കാണ്ഡം എന്ന് ചോദിക്കണം. ചോദിക്കുന്ന ക്വിസ് മാസ്റ്റർക്കും അറിയില്ല, പറയുന്നവർക്കും അറിയാത്തത് കൊണ്ട് പരമ്പരാഗതമായി നമ്മൾ വിചാരിക്കുന്നു രാമായണത്തിൽ 6 കാണ്ഡമാണെന്ന്. അത് മാറ്റം വരുത്തണം. 7 കാണ്ഡമാണ്. കിളിപ്പാട്ടിൽ 6 കാണ്ഡമേ ഉള്ളൂ. അനുബന്ധമായി വരുന്ന മറ്റൊരു രാമായണമാണ് അടുത്ത ഭാഗം. അത് ഉത്തര രാമായണമാണ്, ഉത്തരകാണ്ഡമല്ല. ഉത്തര രാമായണം എഴുത്തച്ഛൻ എഴുതിയതല്ല. നമ്മുടെ സർവ്വ ആചാര്യന്മാരും ഒരേ സ്വരത്തിൽ പറയുന്നത് എഴുത്തച്ഛൻ യുദ്ധകാണ്ഡത്തോടുകൂടി അതിൻ്റെ മംഗളമെല്ലാം പാടി എഴുത്തു നിർത്തി. പിന്നീട് വന്ന ഏതോ ഒരു വിദ്വാൻ, അദ്ദേഹത്തിന് പല ഉദ്ദേശങ്ങളുമുണ്ട്, അദ്ദേഹം ഇനി പണം വാങ്ങിയിട്ടാണോ എഴുതിയതെന്നറിയില്ല. കാരണം എഴുത്തച്ഛൻ പറഞ്ഞ പല കഥകളുടെയും കോൺട്രഡിക്ഷനാണ്, പല മാറ്റങ്ങളോട് കൂടിയിട്ടാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഉത്തരകാണ്ഡം എഴുതാമായിരുന്നു. അദ്ദേഹത്തിന് അറിയാം എഴുത്തച്ഛൻ്റെ ഭാഷയോട്, സാഹിത്യത്തിനോട്, പദഘടനയോട്, അതിനോടൊന്നും എൻ്റെ ഈ കാവ്യം ചേർത്ത് വെക്കാൻ പറ്റില്ല. ഇത്തിരി മനസ്താപമൊക്കെ ഉണ്ടാവില്ലേ, ചെയ്യണത് തെറ്റല്ലേ. അതുകൊണ്ട് അദ്ദേഹം ഉത്തരകാണ്ഡം എന്ന് എഴുതിയില്ല, ഉത്തര രാമായണം എന്ന് എഴുതി. അതുകൊണ്ട് ആ ഉത്തര രാമായണം നമ്മൾ വായിക്കാറില്ല. കാരണം അത് എഴുത്തച്ഛൻ എഴുതിയതല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ശോകപര്യവസാനമായതുകൊണ്ടല്ല, ദുഃഖപര്യവസാനമായതുകൊണ്ടല്ല. ജീവിതം എന്നാൽ സുഖം പോലെ ദുഃഖവുമുണ്ട് എന്ന് നമുക്കറിയാം. സുഖം മാത്രം തേടി പോകുമ്പോഴാണ് ദുഃഖം വരുമ്പോൾ പലപ്പോഴും നമുക്ക് ആത്മഹത്യ ചെയ്യുക, വിഷാദരോഗം വരിക, കഷ്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുക. അത് ജീവിതത്തിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ടല്ല ഉത്തര രാമായണം നമ്മൾ മാറ്റിവെച്ചത്, അത് എഴുത്തച്ഛൻ എഴുതിയതല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇത്രയും മനസ്സിലായാൽ അപ്പോഴാണ് ചോദ്യമുള്ളത് വ്യാസൻ എവിടെ നിന്നാണ് ഈ രാമായണത്തെ എഴുതിയത്? വ്യാസഭഗവാൻ എഴുതിയ രാമായണത്തിന് ഒരു മൂലഗ്രന്ഥമില്ലേ? ഉണ്ട്. ആ രാമായണമാണ് നമ്മുടെ സാഹിത്യ തറവാട്ടിലെ സീമന്തപുത്രി. ഒന്ന് പറഞ്ഞേ വാക്ക്. സാഹിത്യ തറവാട്ടിലെ സീമന്തപുത്രി.
ഈ ലോക സാഹിത്യ തറവാട്ടിൽ ആദ്യം ജനിച്ച പെൺകുഞ്ഞാണ് രാമായണം. ആദ്യ കാവ്യമേതാ? രാമായണം. അപ്പോൾ ഈ തറവാട്ടിൽ ആദ്യം ഒരു കുഞ്ഞ് ജനിച്ചു. എന്താ പെൺകുഞ്ഞെന്ന് പറഞ്ഞത്? സരസ്വതിയാണ്. അതുകൊണ്ടാണ് പെൺകുഞ്ഞായത്. ആദികവിയായ വാൽമീകി മാമുനി തൻ്റെ തപസ്സിൽ നിന്ന് തനിക്ക് ലഭ്യമായ അറിവുകളുടെ ശേഖരത്തെ കാവ്യമാക്കി നമുക്ക് തന്നത് ത്രേതായുഗത്തിലാണ്. ഏത് ത്രേതായുഗം? പുരാണ പ്രസിദ്ധമായ ത്രേതായുഗമല്ല, ചരിത്ര പ്രസിദ്ധമായ ത്രേതായുഗം. അപ്പോൾ ഒരു 6500-7000 വർഷങ്ങൾക്ക് മുൻപ്. ത്രേത എന്ന് പറഞ്ഞാൽ യാഗം, യജ്ഞം എന്നർത്ഥം. ത്രേത ആ യുഗമല്ല, ത്രേത എന്ന് പറഞ്ഞാൽ യാഗം, യജ്ഞം. യാഗങ്ങളിലും യജ്ഞങ്ങളിലും കൊളുത്തുന്ന അഗ്നി ത്രേതാഗ്നിയാണ്. 3 തരം അഗ്നികളിൽ ത്രേതാഗ്നിയാണ് കൊളുത്തുന്നത്. അപ്പൊ ത്രേതായുഗം എന്ന് പറഞ്ഞാൽ യാഗം, യജ്ഞം ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന കാലമാണ് ത്രേതായുഗം. ആ യുഗത്തിൽ ഈ യാഗ, യജ്ഞ കർമ്മങ്ങളെ സംരക്ഷിക്കുക എന്ന ഒരു ധർമ്മം മുന്നിൽ വെച്ചാണ് ശ്രീരാമഭദ്രൻ ജനിച്ചത്. ആ ശ്രീരാമഭദ്രൻ്റെ ജീവചരിതമാണ് വാൽമീകി മാമുനി എഴുതിയ വാൽമീകീയ രാമായണം. ആ രാമായണത്തിൽ 7 കാണ്ഡങ്ങളുണ്ട്. ആ രാമായണത്തിൽ 500 സർഗങ്ങളുണ്ട്. ആ രാമായണത്തിൽ 24,000 ശ്ലോകങ്ങളുണ്ട്. ആ രാമായണത്തിൽ 96,000 വരികളുണ്ട്. ആ രാമായണത്തിൽ 7,68,000 അക്ഷരങ്ങളുള്ള അതിബൃഹത്തായൊരു ഗ്രന്ഥത്തിൻ്റെ പേരാണ് വാൽമീകീയ രാമായണം. ഇത് തന്നത് വാൽമീകി മാമുനിയാണ്. വാൽമീകി അത് എഴുതുമ്പോൾ രാമനെ നേരിട്ട് കണ്ട് സംസാരിച്ച് ആ ജീവിതത്തിൻ്റെ കഴിഞ്ഞുപോയ കാലത്തെ നാരദ മാമുനിയിൽ നിന്ന് കേട്ട് മനസ്സിലാക്കി. രാമൻ്റെ ഭാവി ജീവിതത്തെ തപസ്സിൽ നിന്ന് മനസ്സിലാക്കി. രാമൻ ജീവിച്ചിരിക്കെ രാമൻ്റെ ജീവിതം പരിപൂർണമായി എഴുതി വച്ചതാണ് വാൽമീകീയ രാമായണം. അതാണ് രാമനെ സംബന്ധിച്ച്, സീതയെ സംബന്ധിച്ച്, രാമായണത്തെ സംബന്ധിച്ച ആധികാരികമായ ഗ്രന്ഥം. രാമായണത്തെക്കുറിച്ച് നമുക്ക് ധാരാളം സംശയങ്ങൾ വന്നാൽ, കിളിപ്പാട്ട് വായിച്ചപ്പോൾ രാമായണത്തെക്കുറിച്ച് സംശയം വന്നു, അധ്യാത്മരാമായണം വായിച്ചപ്പോൾ രാമായണത്തെക്കുറിച്ച് സംശയം വന്നു, ഏതെങ്കിലും ചില സീരിയൽ കണ്ടപ്പോൾ, നോവൽ കണ്ടപ്പോൾ, ബാലരമ വായിച്ചപ്പോൾ, ബാലമംഗളം വായിച്ചപ്പോൾ, പൂമ്പാറ്റ വായിച്ചപ്പോൾ, ബാലെ കണ്ടപ്പോൾ, നാടകം കണ്ടപ്പോൾ, മുത്തശ്ശി പറഞ്ഞു കൊടുത്ത കഥകൾ കേട്ടപ്പോഴൊക്കെ എവിടെവിടങ്ങളിലാണോ നമുക്ക് രാമായണത്തെക്കുറിച്ച് സംശയം വരുന്നത്? അത്തരം സന്ദർഭങ്ങളിൽ വാൽമീകി മഹർഷി ആ കഥാഭാഗത്ത് എന്താണ് ഇതിനെക്കുറിച്ച് എഴുതിയത് എന്ന് മനസ്സിലാക്കി അറിഞ്ഞു വേണം ഒരു തീരുമാനത്തിലെത്താൻ. അല്ലാതെ നോവലിൽ പറഞ്ഞതിനനുസരിച്ച് ആരും വരയ്ക്കാത്ത ലക്ഷ്മണരേഖ നമ്മുടെ മനസ്സിൽ വരച്ചു വെച്ച് രാമായണത്തിൽ ഇല്ലാത്തൊരു കഥയെ ഒരു ലക്ഷ്മണരേഖയാക്കി. ഈ ലക്ഷ്മണരേഖ വരച്ചത് 92 രാമാനന്ദ സാഗർ സീരിയലിലാണ്. രാമായണങ്ങളിലൊന്നും ഇതില്ല. ഇങ്ങനെ പലരും ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളെ കാലത്തിന് ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് മാത്രം മനസ്സിലാക്കി ഇതൊന്നും രാമായണ കഥയുടെ ഭാഗമല്ല. വാൽമീകി എഴുതിയ രാമായണം ശ്രീരാമചന്ദ്രനെ നേരിട്ട് കണ്ടെഴുതിയതാണ്. അത് വലിയൊരു ഗ്രന്ഥം. അപ്പോൾ ഈ 4228 ശ്ലോകങ്ങളായി ചുരുങ്ങിപ്പോയ അധ്യാത്മരാമായണം 24,000 ശ്ലോകം. വ്യാസൻ എഴുതിയപ്പോൾ എത്രയായി? 4228. അപ്പോൾ കുറേ വിട്ടുപോവില്ലേ? സ്വാഭാവികമാണ്, വിട്ടുപോകും. അതുകൊണ്ട് 3 രാമായണം മനസ്സിൽ വയ്ക്കുക. വാൽമീകീയ രാമായണം, അധ്യാത്മരാമായണം, 3 കിളിപ്പാട്ട്. ക്ലിയറാണേ? ഇതാദ്യം ഉറയ്ക്കണം. ഇത് ഉറച്ചില്ലെങ്കിൽ പ്രശ്നം. ഇങ്ങനെയല്ലല്ലോ രാമായണത്തിൽ. ഏത് രാമായണത്തിൽ? പ്രമാണഗ്രന്ഥത്തിലാണോ? പ്രമാണഗ്രന്ഥത്തിൽ ഇങ്ങനെയാണ്. കിളിപ്പാട്ടിലായിരിക്കില്ല. കാരണം കിളിപ്പാട്ട് എഴുതിയ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കണം. ആ ഗ്രന്ഥം എഴുതുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി അധ്യാത്മരാമായണമാണ്.
ആ രാമായണത്തിൻ്റെ വിശേഷമാണ് ആദ്യത്തെ 3 വാക്ക്, അധ്യാത്മം. അപ്പം അതിൻ്റെ സ്വഭാവം എന്താ, അതിൻ്റെ കണ്ടന്റ് എന്താ, അതെന്താ പറയാനുള്ളത് നമ്മളോട്? ഒരു സംശയവുമില്ല, അധ്യാത്മത്തെക്കുറിച്ചാണ്, ഭക്തിയെക്കുറിച്ചാണ്, ആ ജീവിതചര്യയെക്കുറിച്ചാണ്, ആ രാമനെക്കുറിച്ചാണ്, ലോകാഭിരാമനെക്കുറിച്ചാണ്, ആ ആത്മാരാമനെക്കുറിച്ചാണ് അതിൽ പറയുന്നതെല്ലാം. അന്നത്തെ കാലത്ത് അതായിരുന്നു ആവശ്യം. ആ കാലത്ത് വാൽമീകി എഴുതിയെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ എഴുതുക. ഇത് ക്ലിയർ ആണോ? 3 രാമായണം മനസ്സിൽ വെക്കണം. ആദ്യത്തെ രാമായണം വാൽമീകിയ രാമായണം, 7 കാണ്ഡങ്ങളുണ്ട്. ഉത്തര രാമായണമല്ല, ഉത്തരകാണ്ഡം. അപ്പൊ 7 കാണ്ഡം. എത്ര സർഗമുണ്ട്? സർഗം എന്ന് പറഞ്ഞാൽ ഉപാധ്യായങ്ങൾ, കാണ്ഡം എന്ന് പറഞ്ഞാൽ അധ്യായം. 500 സർഗം, 24,000 ശ്ലോകം, 96,000 വരി. അപ്പൊ ഇത്രയും വലിയൊരു ഗ്രന്ഥത്തിൽ വാൽമീകി ഉദ്ദേശിച്ചത് ഒറ്റ കാര്യമാണ്, അന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മര്യാദാ പുരുഷോത്തമനെ എഴുതണം. എല്ലാ ഋഷിയും കവിയാണ്, കവികളെയാണ് ഋഷി എന്ന് പറയുക. അപ്പം ഏതൊക്കെ കവികളുണ്ട് അവരൊക്കെ ഋഷി. അപ്പോൾ കവിയുടെ ഉദ്ദേശം എന്താ? അവാർഡല്ല, റിവാർഡല്ല, സ്ഥാനമല്ല, ഓടക്കുഴലല്ല, ജ്ഞാനപീഠമല്ല, ഒന്നുമല്ല. കവിയുടെ ഉദ്ദേശം സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപജയം വന്നാൽ, സമൂഹത്തിനൊരു കഷ്ടം വന്നാൽ, ആ പ്രശ്നത്തിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കുവാൻ, ബോധവൽക്കരിക്കുവാൻ കവി തൻ്റെ തൂലിക കൊണ്ട് സരസ്വതി പ്രവാഹമുണ്ടാക്കും. ഇതാണ് കവികൾ ചെയ്യുക. സമൂഹത്തിന് ആവശ്യമുള്ള മൂല്യങ്ങൾ ഏതൊക്കെയാണോ ആ മൂല്യങ്ങളെ സമൂഹത്തിന് കൊടുക്കുക. ഇപ്പം സത്യം പറയാത്ത സമൂഹമാണെങ്കിൽ സത്യം പറയാൻ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള കാവ്യങ്ങളും നോവലുകളും കവിതകളും ഒക്കെ അവർ എഴുതും. ഇത് നമുക്ക് മനസ്സിലായാൽ കവി ആരാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് കവിയുടെ ഉദ്ദേശം ഇതാണ്, സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം. വാൽമീകിയുടെ മനസ്സിലൊരു വലിയ പ്രശ്നമുണ്ടായി. ആ വലിയ പ്രശ്നം ഇതാണ്, അന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്നതിൽ മഹത്തുക്കളായ മഹാപുരുഷനായിട്ടുള്ള എല്ലാവർക്കും അനുകരിക്കാൻ പറ്റുന്ന സർവാവയവ സമ്പന്നനായ ഒരു പുരുഷൻ, നരൻ, നരോത്തമനുണ്ടോ? ഈ സംശയം കുറേ കാലമായി വാൽമീകി കൊണ്ടു നടക്കണു. പക്ഷെ ആരോടും ചോദിച്ചില്ല. ഒരു ദിവസം വാൽമീകിയുടെ ആശ്രമത്തിലേക്ക് വന്നു ചേർന്നത് നാരദ മാമുനി. നാരദൻ വന്നപ്പോൾ തൻ്റെ മനസ്സിലുള്ള ആ ചോദ്യം ചോദിക്കാൻ, നമ്മളുടെ മനസ്സിൽ പല സംശയങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടവരോടൊക്കെ ചോദിക്കില്ല, അതിന് പറ്റിയ ആൾ വന്നാൽ മാത്രം ചോദിക്കും. ചോദ്യം ചോദിച്ചാൽ ഉത്തരം തരാൻ പറ്റുന്നയാളാണെങ്കിലേ ചോദ്യം ചോദിക്കൂ, അല്ലാതെ വെറുതെ നമ്മൾ ആരോടും ഒന്നും പറയാറില്ല. എന്നെ ആശ്വസിപ്പിക്കാൻ കഴിവുണ്ടെങ്കിൽ എൻ്റെ പരാതി ഞാൻ പറയും. ഞാൻ പറയുന്നത് കേട്ട് കളിയാക്കുന്നവരോട് നമ്മൾ എന്തെങ്കിലും പരാതി പറയുമോ? ഒരു പൂപുഞ്ചിരി പൊഴിച്ച് ഇറങ്ങിപ്പോവുക എന്നല്ലാതെ നമ്മൾ ഒന്നും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് വാൽമീകിയുടെ മുന്നിൽ വന്നത് നാരദനാണ്. ഏത് നാരദൻ? നമ്മളൊരു നാരദനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പൊതുവിൽ ഹിന്ദുക്കൾക്ക് പറ്റിയ ഏറ്റവും വലിയ അപജയം, ഹിന്ദുക്കൾ അവരുടെ പൂർവികരെ പഠിച്ചത് മുഴുവൻ കഥാപുസ്തകങ്ങളിലൂടെയാണ്. ബാലരമ, ബാലമംഗളം, പൂമ്പാറ്റ, അമർ ചിത്രകഥ, പണ്ട് മാധവൻ നായർ എഴുതിയിട്ടുള്ള മാലിയുടെ പുസ്തകങ്ങളായിരുന്നു ഒരു കാലത്ത്. പിന്നെ നാടകം, സിനിമ, നോവൽ, ബാലെ, മുത്തശ്ശി, മുത്തച്ഛൻ, ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഗ്രന്ഥങ്ങളും പൂർവികരും ദേവതാസങ്കല്പങ്ങളും ഒക്കെ പഠിച്ചത്. ഒന്നും ഒരു പ്രമാണ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. അതിൻ്റെ കുറേ അബദ്ധവും നമുക്ക് പറ്റിയിട്ടുണ്ട്. നാരദൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഉടനെ എന്തിട്ടാ വരിക? അതന്നെ, അമ്മ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിനോട് പറയും നാരദൻ്റെ പണി എടുക്കരുതെന്ന്. ഭർത്താവ് ഇടയ്ക്കിടയ്ക്ക് ഭാര്യയെ ഓർമ്മിപ്പിക്കും, ഇപ്പോഴും നിർത്താറായിട്ടില്ല അല്ലേ എന്ന്. നാരദൻ എന്ന് പറഞ്ഞാൽ ആ പേരിൻ്റെ അർത്ഥം മനസ്സിലാക്കൂ. നാരം പരമാത്മ വിഷയകം ജ്ഞാനം ദദാതി ഇതി നാരദ. നാരം അറ്റം. എന്തിൻ്റെ അറ്റം? പരമാത്മ വിഷയകം ജ്ഞാനം. ഏതൊരറിവാണോ ഈ ലോകത്തിലെ സർവ്വ അറിവുകളും നമുക്ക് സമ്മാനിക്കുക, ആ അറിവിൻ്റെ നിറകുടമായ, അറിവിൻ്റെ ഉഗ്ര തേജസ്സായിട്ടുള്ള ആ അറിവ് ഉള്ള വ്യക്തിയുടെ പേരാണ് എന്ത്? നാരദൻ. നാരദൻ അറിയാത്തൊന്നുമില്ല. വാൽമീകിയ രാമായണത്തിൽ നാരദന് വിശേഷമുണ്ട്. നാരദൻ എന്ന് പറഞ്ഞാൽ
വാഗ്വിതാംബരൻ, വാക്യജ്ഞൻ, വാക്യകോവിതൻ, വാക്യവിശാരദൻ, ഒന്നാന്തരം ഒരു വാഗ്മി, പഠിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല പഠിപ്പിക്കാനും അറിയാം. കേവലം ഒരു നരനെ ആത്മവിദ്യ പ്രദാനം ചെയ്ത് നാരായണനാക്കാൻ, ഒരു നാരിയെ നാരായണിയാക്കാൻ കെൽപ്പുള്ള വ്യക്തിത്വമാണ് നാരദൻ. നാരദൻ അറിയാത്ത വിഷയങ്ങളില്ല. സംഗീതത്തിൻ്റെ മറുകര കണ്ടവൻ മാത്രമല്ല, സർവവേദവും വേദാംഗങ്ങളും വേദാന്തവും തുടങ്ങി ലോകത്തിലെ സർവജ്ഞാനത്തിൻ്റെയും നിറകുടമായിട്ടുള്ള ആ നാരദൻ എന്തൊരു വ്യക്തി! ഈ വ്യക്തിയാണ് നമ്മൾ യാതൊരു തരത്തിലുമുള്ള എന്താ പറയുക, നാരദൻ്റെ പണിയെടുക്കരുതെന്ന്. കുട്ടികൾ അത് അങ്ങനെ തന്നെ കേട്ടു, വട്ടപൂജ്യം മേടിച്ചു. അമ്മ എന്താ പറഞ്ഞത്? നാരദൻ്റെ പണി എടുക്കരുത്. നാരദൻ ആരാ? പഠിപ്പിൽ അഗ്രിമൻ, പഠനത്തിൽ അഗ്രിമൻ, അറിവിൽ അഗ്രിമൻ, മറ്റുള്ളവരെ പഠിപ്പിക്കാൻ കഴിവുള്ളവൻ, പഠിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല പഠിപ്പിക്കാനും അറിയുന്നവൻ. അതുകൊണ്ട് നാരദൻ എന്നാൽ അറിവ് എന്നാണ് അർത്ഥം. അല്ലാതെ ഏഷണിയും പരദൂഷണവും പാരവെപ്പും ഇവിടെ നടക്കുന്നത് അവിടെ പോയി പറയുകയും മറ്റുള്ളവരെ തമ്മിൽ തല്ലിക്കുകയും അത് നമ്മുടെ സ്വഭാവം മുഴുവൻ നാരദനിൽ അടിച്ചേൽപ്പിക്കരുത്. ലോകം കണ്ടതിൽ വെച്ച് വിഖ്യാതനായ അറിവുള്ള ആ സന്യാസി വര്യൻ, ഋഷിയായ ആ നാരദൻ വന്നു. അപ്പോൾ പിന്നെ ചോദ്യം ചോദിച്ചൂടെ? ഏതൊരാളെ കാത്തിരിക്കുന്നുവോ അയാൾ വരുമ്പോൾ പിന്നെ ആ ചോദ്യം അവിടെ ബാക്കി വെക്കണ്ടല്ലോ. ചോദിച്ചു. ആ ചോദ്യമാണ് കൊന്നോസ്മിൻ സാമ്പ്രതം ലോകെ ഗുണവാൻ കശ്ച വീര്യവാൻ ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യോ ദൃഢവ്രത ചാരിത്രേണ ച കോയുക്ത സർവഭൂതേഷു കോഹിത വിദ്വാൻ കക്ക സമർത്ഥശ്ച കശ്ചൈക പ്രിയദർശന. അങ്ങോട്ട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരാളുണ്ടോ? എങ്ങനെ? 15 ഗുണങ്ങൾ എഴുതി, 15 ക്വാളിറ്റീസ് എഴുതി, 15 വാല്യൂസ് എഴുതി. അന്നത്തെ സമൂഹത്തിൽ ഇല്ലാത്ത മൂല്യങ്ങൾ, സമൂഹത്തിൽ ഉണ്ടാകേണ്ട മൂല്യങ്ങൾ, ഇടക്കാലത്ത് അപ്രത്യക്ഷമായ ജീവിത മൂല്യങ്ങൾ, ആ മൂല്യങ്ങൾ 15 എഴുതിയിട്ട് ഒരു വലിയ നമ്മളൊക്കെ ഒരു ലിസ്റ്റ് എഴുതി കടയിൽ പോവില്ലേ പായസത്തിന് ഉള്ളതൊക്കെ ഇങ്ങനെ പഞ്ചസാര അതെന്നൊക്കെ, ഇതേപോലെ ലിസ്റ്റ് എഴുതി 15 ഗുണങ്ങൾ കാണിച്ചിട്ട് പറഞ്ഞു, ധർമ്മജ്ഞനും കൃതജ്ഞനും സത്യവാനും ദൃഢവ്രതനും സമർത്ഥനും വിദ്വാനും പ്രിയദർശനനും സർവർക്കും സർവഭൂതങ്ങൾക്കും ഹിതം ചെയ്യുന്നവനും യുദ്ധം ചെയ്യുമ്പോൾ രൗദ്രം കാണിക്കുന്നവനുമൊക്കെ ആയിട്ടുള്ള ഇത്തരമൊരു വ്യക്തിത്വമുണ്ടോ? ചോദ്യം കൃത്യമല്ലേ? ചോദ്യം ചോദിക്കാൻ അറിയുക എന്നതാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ കേമത്തരം. ഉത്തരം പറയാൻ അറിയുക എന്നതല്ല. നമുക്കൊരു ചോദ്യം, നമ്മുടെ ഒരു ആവശ്യം, നമ്മുടെ ഒരു പ്രശ്നം കൃത്യമായി ചുരുങ്ങിയ വാക്കിൽ പറയാൻ അറിയുമോ? നമ്മളെ എസ്സയാ ഒരു ചോദ്യം ചോദിച്ചതാ, എനിക്കൊരു സാരി വാങ്ങിത്തരുമോ എന്ന് ചോദിക്കാൻ എവിടെന്നോട്ട് തുടങ്ങുന്നറിയോ? അവസാനം ചോദ്യം കേൾക്കുന്നതിന് മുമ്പ് അങ്ങനെ എഴുന്നേറ്റ് പോയിട്ടുണ്ടാവും. ഇത് എത്ര നേരം ഒരു ചോദ്യം ചോദിക്കൽ? ചോദ്യം ചോദിക്കാൻ അറിയണം. അതുകൊണ്ട് ചോദ്യം കൃത്യമാണ്, ഇനി ഉത്തരവും കൃത്യമാവുമല്ലോ. അപ്പോൾ ചോദിച്ചു, ഈ 15 സദ്ഗുണങ്ങളുള്ള ഒരു മര്യാദാ പുരുഷോത്തമനായ ഒരാൾ ഇന്ന് ജീവിച്ചിരിക്കണ്ടോ? ഇന്നലെ ഉണ്ടായിരുന്നോ എന്നല്ല ചോദിച്ചത്. ഏതോ ദേവലോകത്ത് അങ്ങനെ ഒരാളുണ്ടോ എന്നല്ല ചോദിച്ചത്. ദേവഗന്ധർവ യക്ഷ കിന്നര പ്രഭൃതികൾക്കിടയിൽ ഇത്തരമൊരു വ്യക്തിത്വമുണ്ടോ എന്നല്ല ചോദിച്ചത്. ഇന്നുണ്ടോ അങ്ങനെ ഒരാൾ? നാളെ ഉണ്ടാവുമെന്നും ചോദിച്ചില്ല. ലൈവ് സ്റ്റാറ്റസ് ആണ് അറിയേണ്ടത്. ആർക്ക്? വാൽമീകിക്ക്. വാൽമീകി ചോദിച്ച ചോദ്യം കേട്ട മാത്രയിൽ എന്നും എവിടെയും ചോദ്യങ്ങൾ കേൾക്കുന്നത് സന്തോഷമുള്ള നാരദൻ. നമുക്ക് പല ചോദ്യങ്ങളും ഇഷ്ടമല്ല, അപ്പോൾ നമ്മുടെ മുഖം കറുക്കും. നാരദൻ ഇഷ്ടം ഏത് ചോദ്യവും എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം, ഉത്തരം കൊടുക്കാൻ ഇഷ്ടമുള്ള നാരദ മാമുനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ 15 ഗുണങ്ങളുള്ള ഒരു വ്യക്തിയെ കണ്ടെത്തുക കഷ്ടമാണ്. പക്ഷേ നീ 15 അല്ലേ വാൽമീകി ചോദിച്ചത്? 66 സദ്ഗുണങ്ങളുള്ളൊരു വ്യക്തിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. 66 സദ്ഗുണങ്ങൾ വാൽമീകിയ രാമായണത്തിൽ 1, 2, 3, 4 എന്ന് തുടങ്ങി ശ്രീരാമഭദ്രൻ്റെ 66 സദ്ഗുണങ്ങളുള്ളൊരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ ഇന്ന് അയോധ്യാധിപതിയായി രാജ്യം ഭരിക്കുന്നുണ്ട്. സീതാപതി എന്നല്ല പറഞ്ഞത്, അയോധ്യാധിപതിയായി രാജ്യം ഭരിക്കുന്ന ശ്രീരാമഭദ്രനുണ്ട്. ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായി ജനിച്ച ദാശരഥി രാമൻ്റെ ചരിത്രമുണ്ട്. അതുകൊണ്ട് കേട്ടോളൂ എന്ന് പറഞ്ഞ് രാവണ നിഗ്രഹം കഴിഞ്ഞ് അയോധ്യയിൽ തിരിച്ചു വന്ന്
തൻ്റെ പത്നി സമേതനായി അയോധ്യയുടെ രാജാവായി രാമരാജ്യമുണ്ടാക്കിയ ശ്രീരാമഭദ്രൻ്റെ ജീവചരിത്രം അന്ന് രാവിലെ 7 മണി വരെയുള്ള ചരിത്രം മുഴുവൻ പറഞ്ഞു. അപ്പോൾ സീതാപരിത്യാഗം നടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അതോ വാൽമീകി അതിനെക്കുറിച്ചൊന്നും നാരദം പറഞ്ഞില്ല? വാൽമീകിക്ക് സന്തോഷം. ഇത്രയും കാലം ഞാൻ പ്രതീക്ഷിച്ച ചോദ്യത്തിനൊരു ഉത്തരം കിട്ടി. സമൂഹത്തിൻ്റെ മുന്നിൽ സർവാവയവ സമ്പന്നനായൊരു വ്യക്തിയെ എനിക്ക് കാണിച്ചു കൊടുക്കാൻ അവസരം കിട്ടി. അദ്ദേഹം ആ കേട്ട കാര്യങ്ങൾ മുഴുവൻ മനസ്സിൽ വെച്ച് തൻ്റെ തപസ്സുകൊണ്ട് 12 വർഷം, എത്ര വർഷം? 12 വർഷം തപസ് ചെയ്തിട്ടാണ് രാമൻ്റെ ഭാവി ജീവിതം കൂടി ആ തൂലികയിലൂടെ ആ സരസ്വതി പ്രവാഹം പോലെ അദ്ദേഹം എഴുതിയതാണ് വാൽമീകി രാമായണം. എത്ര കാലെടുത്തു? 12 കൊല്ലമെടുത്തു. അപ്പോൾ 1 കൊല്ലം 2 കൊല്ലം കൊണ്ടൊക്കെ പഠിച്ചു തീരുമോ? പറ്റില്ല. ശരി, ഇതാണ് രാമായണത്തെക്കുറിച്ചൊരു രത്ന ചുരുക്കം. ഈ രാമായണം നമ്മുടെ ഉള്ളിൽ വേണം. വാൽമീകി എഴുതിയ മൂലഗ്രന്ഥത്തെ പഠിച്ച് മറ്റെല്ലാ രാമായണവും പഠിക്കണം. 9-ാം നൂറ്റാണ്ടിൽ കമ്പർ ആരംഭിച്ച് 16-ാം നൂറ്റാണ്ടിൽ എഴുത്തച്ഛൻ വരെ നീണ്ടു നിൽക്കുന്നപ്പോൾ ആ 600 വർഷം കൊണ്ട് അല്ലെങ്കിൽ 500 വർഷം കൊണ്ട് എല്ലാ ഭാഷകളിലും രാമായണം ഉണ്ടായിട്ടുണ്ട്. എല്ലാ രാമായണങ്ങളുടെയും അടിസ്ഥാനം അധ്യാത്മരാമായണമാണ്, വാൽമീകി രാമായണമല്ല. അതൊന്ന് മനസ്സിലാക്കി വെക്കണം. അതൊരു വശത്തിരിക്കട്ടെ. കഴിഞ്ഞ് 5 മിനിറ്റ് എന്തെങ്കിലും ചോദിക്കാൻ അവസരമുണ്ട്. നമ്മുടെ വിഷയം ഇതല്ല. വിഷയം സീതാപരിത്യാഗം ശരിയോ തെറ്റോ? എന്താണ് സീതാപരിത്യാഗത്തിൽ രാമനെ പ്രേരിപ്പിച്ച സംഗതി? എന്താണ്? രാമൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത അപരാധമാണോ? വാൽമീകി എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞത്? അതുകൊണ്ട് വാൽമീകി പറഞ്ഞ കാര്യമാണ് പറയണത്. രാമൻ സീതയെ പരിത്യജിച്ചതിൽ ശരിയും തെറ്റുമല്ല. ശരിയും തെറ്റും നമ്മൾ വിലയിരുത്തേണ്ടതാണ്. നമ്മൾ നിൽക്കുന്ന നിൽപ്പുതറയ്ക്കനുസരിച്ചാണ് നമ്മൾ ഓരോന്നിനെയും മനസ്സിലാക്കുക. ഇപ്പം എവിടെ നിൽക്കുന്നു അതിനനുസരിച്ച് മനസ്സിലാക്കും. ശരി, അതുകൊണ്ട് വാൽമീകി മാമുനി രാമായണം എഴുതിയിട്ട് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. വേദം നമ്മുടെ പ്രമാണ ഗ്രന്ഥമാണ്. ഹിന്ദു ധർമ്മത്തിൻ്റെ, സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനം വേദം. വേദം എന്നാൽ അറിവ് എന്നർത്ഥം. വിത് ജ്ഞാനേ, അറിവ് എന്നാണ് വേദം എന്നുള്ള വാക്കിനർത്ഥം. ഈ വേദം അതികഠിനം, അതിഗഹനം, അപാരം, അഗാധം. അപാരം എന്ന് പറഞ്ഞാൽ പാരം കാണാൻ പറ്റില്ല, അറ്റം കാണാൻ പറ്റില്ല. അഗാധം എന്ന് പറഞ്ഞാൽ ആഴം മനസ്സിലാക്കാൻ പറ്റില്ല. അത്ഭുതം എന്ന് പറഞ്ഞാൽ ഭൂതങ്ങളിൽ ഇതിനു മുൻപ് സംഭവിച്ചിട്ടില്ല. ഇങ്ങനെ അത്ഭുതവും അപാരവും അഗാധവുമായ ഒന്നാണ് വേദം. അതുകൊണ്ട് തന്നെ സർവ്വസാധാരണക്കാരായ നമ്മളൊന്നും വേദത്തിൻ്റെ അടുത്ത് പോയില്ല. കാരണം നമുക്ക് എടുത്തു പോക്കാൻ പറ്റുന്നതല്ല, നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് സാധാരണക്കാരൻ മാറി നിന്നപ്പോൾ വേദങ്ങൾ എഴുതിയ ഭാരത ഋഷിയുടെ മനസ്സിലൊരു വിഷമം വന്നു. വിഷമം ഇതാണ്: ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് തപസ്സുകൊണ്ട് കണ്ടെത്തിയിട്ടുള്ള, സാക്ഷാത്കരിച്ച ഈ അറിവ് സാധാരണക്കാരൻ സ്വീകരിക്കുന്നില്ലല്ലോ. കുട്ടികളൊക്കെ ഉണ്ടല്ലോ, മുഖം തിരിഞ്ഞ് നിൽക്കുക, പുറം തിരിഞ്ഞ് നിൽക്കുക, ഒന്നും ചെയ്യണില്ല, പഠിക്കണില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ചിലപ്പോൾ വലിയ കഷ്ടമായതുകൊണ്ടായിരിക്കും. അപ്പോൾ അവർ ഈ വേദങ്ങളിലെ ചില തത്വങ്ങൾ പഠിപ്പിക്കാം. അങ്ങനെ ആ തത്വം പഠിപ്പിക്കാൻ മറ്റ് ചില ഗ്രന്ഥങ്ങൾ എഴുതി. അത് എഴുതുമ്പോൾ ഉദ്ദേശം മനസ്സിലാക്കണം. വേദ തത്വം പഠിപ്പിക്കാൻ വേണ്ടി കഥയാണ് എല്ലാവർക്കും ഇഷ്ടം. എല്ലാവർക്കും എന്താ ഇഷ്ടം? കഥ. കഥ എല്ലാവർക്കും ഇഷ്ടം. പ്രായം പ്രശ്നമല്ല, ഏത് പ്രായത്തിനും കഥ കേൾക്കാൻ ഇഷ്ടം. അതുകൊണ്ട് കഥകളാണ് എപ്പോഴും നല്ലത് എന്നൊരു തീരുമാനം അവരെടുത്തു. അങ്ങനെ വേദത്തിൻ്റെ തത്വം കഥാരൂപത്തിൽ എഴുതി. കഥയ്ക്ക് പ്രാധാന്യം, എന്നാൽ അതിൻ്റെ ഉള്ളിൽ ജീവചരിത്രങ്ങളുമുണ്ട്. പക്ഷെ അധികവും ചില കഥകൾ പറയും. അങ്ങനെ എഴുതിയ ഗ്രന്ഥങ്ങളുടെ പേരാണ് പുരാണം എന്നുള്ളത്. അപ്പം എന്താ പുരാണം? വേദം തന്നെ. വേദത്തിൻ്റെ തത്വങ്ങളെ കഥാരൂപത്തിൽ നമുക്ക് സമ്മാനിച്ചതാണ് 18 പുരാണങ്ങൾ. മാദ്വയം, ഭാദ്വയം ചൈവ, ഭ്രാത്രയം വാ ചതുഷ്ടയം, അനാപലിംഗ കുസ്കാനി. ഇപ്പം 18 പുരാണങ്ങളുടെ പേരായി പറഞ്ഞത്. അത്രയും പുരാണങ്ങൾ.
മാദ്വയം മാ വെച്ച് രണ്ടെണ്ണം ഏതൊക്കെയാ? മത്സ്യം, മാർക്കണ്ഡേയം. ഭാദ്വയം ഭാ വെച്ച് രണ്ടെണ്ണം ഭവിഷ്യം, മഹാഭാഗവതം. ബ്രാ വെച്ച് മൂന്നെണ്ണം ബ്രഹ്മം, ബ്രഹ്മാണ്ടം, ബ്രഹ്മവൈവർത്തകം. വാ വെച്ച് നാലെണ്ണം വിഷ്ണു, വായു, വാമനൻ. പിന്നെന്താ വിഷ്ണു? ഒരു അവതാരം കൂടി, വരാഹം. വാ വെച്ച് 4 പുരാണം. ഇപ്പൊ 11 അനാപലിംഗ കുസ്കാനി ഒരു വരിയാണ്. ആ അഗ്നി, നാ നാരദ, പ പത്മ, ലിം ലിംഗ, ഗ ഗരുഡ, കു കൂർമ, സ്കന്ദ. ഇങ്ങനെ 18 പുരാണം പഠിപ്പിക്കാൻ ദേവീ ഭാഗവതത്തിലെ സൂത്രമാണ് ഈ പറഞ്ഞ ശ്ലോകം. മാദ്വയം ഭാദ്വയം ചൈവ ഭ്രാത്രയം വാ ചതുഷ്ടയം അനാപലിംഗ കുസ്കാനി പുരാണാനി പൃഥക് പൃഥക് എന്ന് പഠിക്കും. ഇതൊക്കെ പഠിക്കാൻ സൂത്രരൂപത്തിൽ ഓരോന്നും പഠിപ്പിക്കുന്നു. ഏതായാലും പുരാണത്തിൻ്റെ ഉദ്ദേശം എന്താ? കഥാരൂപത്തിൽ പറയുക. ഭക്തിയെക്കുറിച്ച് പറയാൻ, ഏകാദശിയെക്കുറിച്ച് പറയാൻ, ഉപവാസത്തെ പറ്റി പറയാൻ, നിഷ്കളങ്കമായ ഭക്തിയെക്കുറിച്ച് പറയാൻ ജീവിച്ചിരുന്ന ചില മഹത്തുക്കളുടെ ജീവിത കഥ പറഞ്ഞു. അംബരീഷൻ്റെ കഥ പറഞ്ഞു. നേരത്തെ ബഹുമാനപ്പെട്ട വ്യക്തിത്വം പ്രഭാഷണം നടത്തിയപ്പോൾ ഭക്തിയുടെ സുന്ദരമായ ഈ ഗൃഹസ്ഥാചരണത്തിൻ്റെ കെട്ടുപാടിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഗാർഹസ്ഥ്യത്തിൻ്റെ മുഴുവൻ വിഷമങ്ങളുമുള്ള കുചേലൻ്റെ കഥകൾ പറഞ്ഞു. അങ്ങേയറ്റത്തെ നിഷ്കളങ്കമായ ഭക്തി. അപ്പോൾ മനുഷ്യർക്ക് മാത്രമേ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ? അല്ല. അതുകൊണ്ട് ഗജേന്ദ്രൻ്റെ കഥ പറഞ്ഞു. ആനയ്ക്കും കിട്ടും മോക്ഷം, നല്ല ഭക്തി ഉണ്ടാവണം. അപ്പോൾ മുതിർന്നവർക്കും മൃഗങ്ങൾക്കേ ഉള്ളൂ, കുട്ടികൾക്ക് കിട്ടുമോ? ധ്രുവൻ്റെയും പ്രഹ്ലാദൻ്റെയും ചരിതം പറഞ്ഞു. നോക്കൂ, കഥകളിലൂടെ തത്വം പറയുക. ശരിയല്ലേ? അപ്പോൾ പുരാണം എന്ന് പറഞ്ഞാൽ, നാരായണ ഗുരുദേവൻ്റെ വാക്കിൽ പറഞ്ഞാൽ, വേദത്തിൻ പൊരുൾ വെളിച്ചത്ത് കാട്ടുവാൻ മുനി പുരാണങ്ങൾ ചമച്ചു. പുരാണങ്ങൾ വേദത്തിൻ്റെ പൊരുൾ പറയാൻ വേണ്ടി എഴുതി വെച്ച കഥകൾക്ക് പ്രാധാന്യം കൊടുക്കുകയും എന്നാൽ ജീവചരിത്രങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതാണ് പുരാണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ പുരാണത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ വേദത്തിൻ്റെ തത്വം പറയാനാണെന്ന് മനസ്സിലാക്കണം. അല്ലാണ്ട് ആ കഥ മൊത്തത്തിൽ ചുവന്ന് നടക്കരുത്, ചുമക്കരുത്. ചുമന്നാ പ്രശ്നം ഉണ്ടാവും. കരിക്ക് കുടിച്ചു, അത് കഴിഞ്ഞ് ഈ കരിക്ക് എന്ത് ചെയ്യും? ചുമക്കുവോ? കളയും. സത്ത് കിട്ടി, കഥ മാറ്റിവെക്കണം. ഇതാണ് പുരാണം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഏതുദ്ദേശത്തിലാണോ അത് പറഞ്ഞത്, അത് കഴിഞ്ഞ് കഥയും ചുവന്ന് നടക്കുക. കഥ ചുമക്കരുത്, കഥ മാറ്റിവെക്കണം. തത്വം മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അടുത്ത തലമുറയ്ക്ക് കൊടുക്കണം എന്നാണ് അർത്ഥം. അല്ലാണ്ട് അതെടുത്ത് എറിഞ്ഞു കളയാനല്ല. ആ തലമുറ അത് വാങ്ങണം. അതിൻ്റെ സത്ത്, അതിൻ്റെ ആശയം, അതിൻ്റെ തത്വം കിട്ടി. ആ കഥ ആ കുഞ്ഞെന്ത് ചെയ്യണം? അടുത്ത തലമുറയ്ക്ക് കൈമാറണം. കൈമാറിയോ? കൈമാറണമെങ്കിൽ വല്ലതും കിട്ടണ്ടേ? അല്ലേ? ഒന്നും കിട്ടിയില്ല. ശരി, ഇതാണ് പുരാണം. എന്നാൽ ഒന്നുകൂടി മഹർഷി ആലോചിച്ചു, ഈ കഥ മാത്രമല്ല, ചരിത്രം ഇഷ്ടമുള്ളവരുണ്ടാകും. അതുകൊണ്ട് ജീവിച്ചിരുന്ന മഹത്തുക്കളുടെ ജീവചരിത്രം എഴുതുക. ആ ജീവചരിത്രം എഴുതുമ്പോൾ അതിന് ചില ലക്ഷണങ്ങളൊക്കെ വേണം. അതിൽ പുരുഷാർത്ഥങ്ങൾ വേണം. ധർമാർത്ഥ കാമമോക്ഷാണാം ഉപദേശ സമുന്നിതം പൂർവവൃത്തം കഥായുക്തം ഇതിഹാസം പ്രചക്ഷതേ. അപ്പോൾ ഇതിഹാസങ്ങളായി രണ്ടാമത്തെ ഗ്രന്ഥങ്ങൾ എഴുതി. അതാണ് ധർമാർത്ഥ കാമമോക്ഷങ്ങൾ. മുൻപുണ്ടായിരുന്നവർ. പക്ഷെ അത് ചരിത്രമാണ്, ഹിസ്റ്ററിയാണ്, ഹിസ്റ്റോറിയാണ്. നിങ്ങളുടെ പൂർവ്വ പ്രപിതാക്കളുടെ ചരിതമാണ്. അത് ഉള്ളതാണ്. ചരിത്രത്തിൽ ഊഹങ്ങളില്ല. അങ്ങനെയായിരുന്നെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ അത് പുരാണമാണ്, ചരിത്രമല്ല. ചരിത്രം സത്യസന്ധമായിരിക്കണം, ഉള്ളതാണ്. അതുകൊണ്ട് ഇതിഹാസം എന്ന് പറഞ്ഞാൽ ജീവിച്ചിരുന്ന മഹത്തുക്കളായ വ്യക്തികളുടെ ജീവചരിത്രം. മഹാഭാരതത്തിലൂടെ കൃഷ്ണചരിതവും രാമായണത്തിലൂടെ രാമൻ എന്ന ജീവിച്ചിരുന്ന മഹാവ്യക്തിത്വത്തെയും നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു. അതാണ് ഇതിഹാസം. ഇതിഹാസങ്ങൾ 2 രാമായണം, മഹാഭാരതം. ആ രാമായണമാണ് നമ്മുടെ പ്രതിപാദ്യ വിഷയം. രാമായണത്തെ മൊത്തത്തിൽ എഴുതിയിട്ട് വാൽമീകി ഒരു വേദതത്വം പറഞ്ഞു. രാമായണത്തിന് ഒറ്റ ഉദ്ദേശമുള്ളൂ. എന്താ ഉദ്ദേശം? മുഖ്യമായ ഉദ്ദേശം ധർമ്മം ചര. ഒന്ന് പറഞ്ഞു നോക്കൂ. ധർമ്മം ചര. തിരുച്ചത്തി പറഞ്ഞു നോക്കൂ. അപ്പോൾ ഉറങ്ങുന്ന ആൾ എഴുന്നേക്കും. അതാണ് ഉച്ചത്തി പറഞ്ഞാലത്തെ ഗുണം. അല്ലെങ്കിൽ പിന്നെ സപ്താഹമൊക്കെ നല്ല ഉണർന്നിരിക്കുന്ന നിറച്ച് കൊതുക് വേണം. പിന്നെ ഒരാൾ ഉറങ്ങില്ല, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും.
പൊതുവെ ഈ ആചാര്യന്മാർക്ക് ഇത്തിരി കൊതുകിനെയൊക്കെ ഇഷ്ടമാണ്. എല്ലാവരും ഉണർന്നിരിക്കും. ഏതായാലും അങ്ങനെ ഒന്നാണ് രാമായണം എന്നുള്ളത്. ധർമ്മമാണ് രാമായണത്തിൻ്റെ തത്വം. എന്താണ് ധർമ്മം? നമ്മൾ വിചാരിച്ചിരിക്കണത് എന്തോ കൊടുക്കേണ്ട ഒരു സാധനമാണ് ധർമ്മം. വീട്ടിൽ ധർമ്മക്കാർ വരും അല്ലേ? അപ്പം എന്ത് ചെയ്യണം? കൊടുക്കണം. ഒരിക്കലും കൈവിടാൻ പാടില്ലാത്തതിൻ്റെ പേരാണ് ധർമ്മം. ധർമ്മത്തിന് ധാരാളം നിർവചനങ്ങളുണ്ട്. മഹാഭാരതത്തിൽ പലയിടങ്ങളിലും ഭീഷ്മപിതാമഹൻ, വ്യാസൻ എല്ലാവരും പറയുന്നുണ്ട്. ധാരണ ധർമ്മമിത്യാഹു. ധർമ്മം എല്ലാവരെയും ധരിച്ചിരിക്കുന്നത്, എല്ലാവരെയും ചേർത്തിരിക്കുന്നത്. ഏതുപോലെ പൂക്കളെല്ലാം ഒരു നൂലുകൊണ്ട് നമ്മൾ കോർത്ത് മാലയാക്കില്ലേ? പൂക്കളെ മുഴുവൻ ഒരുമിപ്പിക്കുന്ന നൂലുണ്ടല്ലോ, അതാ ധർമ്മം. നമ്മളെയൊക്കെ ഒരുമിപ്പിച്ച് നിർത്തുന്നതെന്തോ അത് ധർമ്മം. ശ്രീശങ്കരൻ ധർമ്മത്തിന് ഏറ്റവും ആധികാരികമായ ഒന്ന് കൊടുത്തു. ധർമ്മം എന്ത്? ജഗത സ്ഥിതി കാരണം. അവരെന്ന് പറഞ്ഞാൽ ജഗത സ്ഥിതി കാരണം. ഈ ജഗത്ത് ഇങ്ങനെ നിലനിൽക്കാൻ കാരണം എന്തോ അത് ധർമ്മം. ഓ, അപ്പൊ ധർമ്മം എന്ത്? ധർമ്മം എന്തിന്? ധർമ്മം കൊണ്ടാണ് ഈ ലോകത്തിൽ എല്ലാ ജീവജാലങ്ങൾക്കും ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അഭ്യുദയ നിശ്രേയസഹ ഹേതുഹു യഹ സഹധർമ്മ. നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഭൗതികമായ ഉയർച്ചയും ആധ്യാത്മികമായ ഉയർച്ചയും രണ്ടും വേണ്ടേ? ഏതെങ്കിലും ഒന്ന് മാത്രം മതിയോ? ഏതെങ്കിലും ഒന്ന് മാത്രം മതിയോ? പോരാ, രണ്ടും വേണം. അല്ല, രണ്ടും വേണമെന്ന് എല്ലാവർക്കും ആഗ്രഹം വേണം. കുട്ടികൾക്ക് വേണം. നമ്മൾ ഈ ചില സ്കൂളുകളിലൊക്കെ പാരൻസിന് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അത് കഴിഞ്ഞ് പാരൻസ് പറയുന്നൊരു കാര്യമുണ്ട്. സർ, ഓ ഞങ്ങളെല്ലാം കൊടുത്തു സാർ കുട്ടികൾക്ക്. ആഹാ എന്നൊക്കെ പറയൂ. എന്തൊക്കെ കൊടുത്തു? ഞങ്ങൾക്ക് കുട്ടിക്കാലത്ത് കിട്ടാത്തെല്ലാം കൊടുത്തു. എന്തൊക്കെ? ഞങ്ങൾക്ക് നല്ല സ്കൂളിൽ, ഇതുപോലെ CBSE സ്കൂളിൽ, ഇംഗ്ലീഷ് പറയുന്ന സ്കൂളിൽ നല്ല പഠിപ്പ്, വലിയ സ്കൂളിലൊന്നും പഠിക്കാൻ ഭാഗ്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കുട്ടികൾ നല്ല പോലെ പഠിക്കട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവർക്ക് വലിയ ഫീസൊക്കെ കൊടുത്ത് നല്ല സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചു. ശരി, ഞങ്ങൾക്ക് കുട്ടിക്കാലത്ത് ധാരാളം വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സാർ. ഓ, അതുകൊണ്ട് ഞങ്ങൾ കുട്ടികൾക്ക് എത്ര വസ്ത്ര അലമാര തുറന്നാൽ ഒരു പുതിയ വസ്ത്രാലയത്തിൻ്റെ പരസ്യമാണ്. അമ്മയുടെ സാരി അടക്കം എല്ലാം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഏതായാലും ഒക്കെ കൊടുത്തു സാർ. ഓക്കെ, ഞങ്ങൾക്ക് ഇതുപോലത്തെ രുചിഭേദങ്ങളുള്ള ഭക്ഷണമൊന്നും കഴിക്കാൻ ഭാഗ്യമുണ്ടായില്ല. കുറച്ച് കപ്പയും കുറച്ച് ചേനയും കുറച്ച് ചേമ്പും ഈ മണ്ണിലുള്ളത് മാത്രമായിരുന്നു. ഇന്ന് നമ്മൾ മണ്ണിലുള്ളതെല്ലാം പിഴുത് കളഞ്ഞ് മാളിൽ പോയി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് കാര്യം വേറെ. മണ്ണിലുള്ളതൊക്കെ നമ്മൾ കളഞ്ഞു, മാളിൽ പോയിട്ട് മണ്ണിലുള്ളത് വാങ്ങി വരിക. കപ്പ, ചേന, ചേമ്പ് എവിടുന്നാണ് വാങ്ങിക്കൊണ്ടിരുന്നത്? മാളിൽ പോയി വാങ്ങുകയാണ്. അപ്പോഴേ ഒരു പരിഷ്കാരമുള്ളൂ. അതുകൊണ്ട് മണ്ണിലുള്ളതെല്ലാം നമ്മൾ കളഞ്ഞു. ഏതും ആവട്ടെ, ഞങ്ങൾ ഏത് ഭക്ഷണം ചോദിച്ചാലും കുട്ടികൾക്ക് കൊടുക്കും. അത് കാരണം ഇപ്പോൾ കുട്ടികളൊക്കെ പൂജിക്കണ 2 ദേവതകളുണ്ട്. ഒന്ന് സൊമാറ്റോ ഭഗവതി, കേട്ടിട്ടുണ്ടോ? ഇവിടെ ഉണ്ടോ? ആ കുട്ടികൾക്ക് ഇന്ന് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ അവർ എന്ത് ചോദിച്ചാലും ഞങ്ങൾ കൊടുക്കും സാർ. ഓക്കെ, മാത്രമല്ല സാർ, വാഹനം ഞങ്ങൾക്ക് ബസ്സിലൊക്കെ തൂങ്ങി നടന്നൊക്കെയാണ് ഞങ്ങൾ പോയത്. കാളവണ്ടിയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കുട്ടികൾ സ്വന്തം വാഹനത്തിൽ പോട്ടെ, 18 വയസ്സ് തികയുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒരു വാഹനം വാങ്ങി അവർക്ക് കൊടുക്കും. ശരി, ഇങ്ങനെ എന്ത് 10 രൂപ ചോദിച്ച് 20 കൊടുക്കും. എല്ലാം കൊടുത്തു. ഞങ്ങൾക്ക് എന്തൊക്കെ കിട്ടിയില്ലയോ അതൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരു വലിയ ആനന്ദം. അതുകൊണ്ട് എല്ലാം കൊടുത്തു സാർ. ഇപ്പം ഒന്നും പറഞ്ഞാൽ കേൾക്കണില്ല. ജീവിതം മുഴുവൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചു. അല്ലലടിച്ച് ജീവിച്ച നമ്മൾ അതൊന്നും അറിയിക്കാതെ മുണ്ടു മുറുക്കിയെടുത്ത് കുട്ടികളെ വളർത്തി. ഇപ്പോൾ നമ്മളെ വേണ്ട. ഇതൊരു കഷ്ടമായിരുന്നു. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണേ. നമ്മൾ കുട്ടികൾക്ക് കൊടുത്തു എന്ന് പറയുന്നതൊക്കെ ഒരു പുസ്തകത്തിൽ എഴുതണം. എന്തൊക്കെ കൊടുത്തു? ഇതൊക്കെയാണ് കൊടുത്തത്. ശരി, നിങ്ങൾക്ക് കുട്ടിക്കാലത്ത് ഇതൊന്നും ഉണ്ടായില്ല, അതൊക്കെ കുട്ടികൾക്ക് കൊടുക്കണു. കുട്ടികൾ നല്ല സൗകര്യത്തിൽ ജീവിക്കട്ടെ. ശരി, നിങ്ങൾക്ക് കുട്ടിക്കാലത്ത് രാമായണം വായിക്കാൻ ഭാഗ്യം ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ അത് കുട്ടികൾക്ക് കൊടുക്കണ്ടേ? നിങ്ങൾക്ക് കുട്ടിക്കാലത്ത് ഇതുപോലെ വ്യത്യസ്ത ക്ഷേത്രങ്ങളിൽ, അകലെയുള്ള മഹാക്ഷേത്രങ്ങളിൽ പോകാൻ ഭാഗ്യമുണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ അത് കുട്ടികൾക്ക് കൊടുക്കണ്ടേ? നിങ്ങൾക്ക് മഹാഭാരതവും രാമായണവും ഇതൊക്കെ പഠിക്കാൻ ഭാഗ്യം ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ അത് കുട്ടികൾക്ക് കൊടുക്കണ്ടേ? നിങ്ങൾക്ക് ആശ്രമങ്ങളിലേക്കോ തീർത്ഥസ്ഥലികളിലേക്കോ പോകാൻ ഭാഗ്യം
ഭാഗ്യമുണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ അത് കൊടുക്കണ്ടേ? നിങ്ങൾക്ക് സന്യാസിമാരുടെ ആശ്രമങ്ങൾ, മഠങ്ങൾ ഇവിടെയൊക്കെ പോകാൻ ഭാഗ്യമുണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ അതൊക്കെ കൊടുക്കണ്ടേ? നിങ്ങൾക്ക് പലതരത്തിലുള്ള പുതിയ നാമാവലികളൊക്കെ പഠിക്കാൻ ഭാഗ്യമുണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ അത് കുട്ടികൾക്ക് കൊടുക്കണ്ടേ? നിങ്ങൾ കുട്ടികൾക്ക് കൊടുത്തു എന്ന് പറയുന്നതൊക്കെ ഭൗതിക വസ്തുക്കളാണ്. ഭൗതിക വസ്തുക്കൾ മാത്രമാണോ ഒരു കുഞ്ഞിൻ്റെ സ്വഭാവത്തെ കരുപിടിപ്പിക്കുന്നത്? മറുഭാഗത്ത് അവർക്ക് നൈതികവും ധാർമ്മികവും ശാശ്വതവുമായ വാല്യൂസ് കൊടുത്തോ? മൂല്യങ്ങളെ നമ്മൾ കൊടുത്തോ? ഒരു കുഞ്ഞ് 50% വികസിച്ചു, 50% ശോഷിച്ചു. അതിൻ്റെ വൈകൃതമാണ് ഈ കാണുന്നത്. കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തു കൊടുത്തോ അതിനനുസരിച്ച് യന്ത്രസമാനമായി നമ്മളോട് പെരുമാറും. യന്ത്രത്തിന് ഫീലിങ്സ് ഇല്ല. അത് ഓൺ ചെയ്താൽ വർക്ക് ചെയ്യും, ഓഫ് ചെയ്താൽ കിടക്കും. അമ്മ പനി പിടിച്ച് കിടന്നാലും മകൾക്കൊരു പ്രശ്നവുമില്ല. കഷ്ടം പിടിച്ച അമ്മയ്ക്ക് നല്ല വേദനയോടുകൂടി കിടന്നാൽ അമ്മയെ നിർബന്ധിച്ച് ഈ കുഞ്ഞ് ഭക്ഷണം വെപ്പിക്കും. കാരണം യന്ത്രങ്ങൾക്ക് വേണ്ട ഭൗതികത മാത്രം കൊടുത്തു. ഹൃദയത്തിന് വേണ്ടത്, ധാർമ്മികമായത് വേണ്ടത്, നൈതികമായി വേണ്ടത് നമുക്ക് കൊടുത്തില്ല. അന്ന് നമുക്ക് നാമം ചൊല്ലാൻ ഭാഗ്യമില്ല. ഇന്ന് ആ ഭാഗ്യം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ്ടേ? നിങ്ങൾക്ക് കിട്ടാത്തത് മുഴുവൻ കൊടുത്തു എന്ന് പറയുന്നത് കുറേ ഭൗതിക സാഹചര്യങ്ങളല്ല. വേണം, ഭൗതികത വേണം, നല്ല പോലെ അനുഭവിക്കണം. പക്ഷെ അത് 50%മേ ഉള്ളൂ. ബാക്കി 50% കൊടുത്തോ? അതുകൊണ്ട് ദയവ് ചെയ്ത് കുട്ടികളെ കുറ്റം പറയരുത്. കുറ്റം പറയാൻ ഒരു അവകാശവുമില്ല. നമ്മൾ കൊടുത്തതിനനുസരിച്ച് അവർ നമ്മളോട് സമീപിക്കുന്നു. നല്ലപോലെ ആലോചിക്കണം. ഏതായാലും ധർമ്മം ചര എന്നുള്ളതാണ് രാമായണം. ധർമ്മത്തിൽ ഏതൊരു വ്യക്തി ചരിച്ചാലും അദ്ദേഹത്തെ സഹായിക്കാൻ മരഞ്ചാടികൾ വരെ വരും, ഇല്ലേ? രാമനെ സഹായിക്കാൻ ആരൊക്കെയാ വന്നേ? കാട്ടിലുള്ളവർ വന്നു, പക്ഷികൾ വന്നില്ലേ? സമ്പാദിയും ജടായുവും വന്നു, പാവം പിടിച്ച അണ്ണാറക്കണ്ണം വന്നില്ലേ? അവരും വന്നു, ശത്രുപക്ഷത്തുള്ളവരും വന്നു. നോക്കൂ, ഒരു വ്യക്തി ധർമ്മമാർഗത്തിൽ ചരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാവരും വരും. അതാ രാമായണം പഠിപ്പിക്കണത്. ഇനി അധർമ്മമാർഗത്തിൽ ജീവിച്ചാലോ കൂടപ്പിറപ്പുകൾ പോലും ഇട്ടിട്ട് പോകും. രാവണനെ ഇട്ടുകൊണ്ട് ആര് പോയി? വിഭീഷണൻ പോയി. ബാലിയെ ഇട്ടുകൊണ്ട് ആര് പോയി? സുഗ്രീവൻ പോയി. അപ്പോൾ കൂടപ്പിറപ്പുകൾ പോലും ഇല്ലാത്തത് അധർമ്മത്തിലാണ്. പക്ഷെ അധർമ്മത്തിൽ ജീവിക്കുമ്പോൾ കുറച്ചു കാലമൊക്കെ കയ്യടി കിട്ടും, കുറേ കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് കിട്ടും. കുറേ സ്ഥാനം കിട്ടും, കുറേ ജയ് വിളിക്കാനൊക്കെ ആളുകളുണ്ടാവും, ഗംഭീരമായിട്ടുണ്ടെന്നൊക്കെ പറയും. പക്ഷെ കുറേ കഴിഞ്ഞാൽ അപചയമാണ്, കഷ്ടമാണ്. അതുകൊണ്ട് ധർമ്മമാണ് സത്യം. ധർമ്മത്തിൽ ജീവിക്കൂ. ധർമ്മമാണ് രാമായണത്തിൻ്റെ സങ്കല്പം. ധർമ്മം ചര. രാമായണത്തെ നിങ്ങൾ വലിയൊരു വൃക്ഷമായിട്ട് കരുതൂ. വലിയൊരു വൃക്ഷം. ആ വൃക്ഷമാകുന്ന രാമായണത്തെ നിങ്ങൾ പറിച്ചെടുത്ത് വെട്ടി നുറുക്കി ഇടിച്ച് പിഴിഞ്ഞതിൻ്റെ ചാറെടുത്ത് അതൊരു ഉരുളിയിലിട്ട് നല്ലപോലെ തീ കത്തിച്ച് ആ ചാറങ്ങ് വറ്റിച്ചൊരു ചെറിയ ഗുളികയാക്കിയാൽ ആ ഗുളികയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന പേരെന്താ? ധർമ്മം ചര. അപ്പം രാമായണം എന്ന് പറഞ്ഞാൽ എന്താ? ധർമ്മം, ധർമ്മം, ധർമ്മം. ഓരോരുത്തരും ധർമ്മം അനുഷ്ഠിക്കണം. ശരി, ഞാനിങ്ങനെ ധർമ്മത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിൽ വന്നോ, എൻ്റെ സുഹൃത്തെ മതി നിർത്ത്, ഇതെന്ത് എപ്പടി ധർമ്മം 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 പറയാനുള്ള കാര്യം പറ എന്ന് മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ധർമ്മം ചെയ്തോളാം. ധർമ്മം ചെയ്യണം ഇതല്ലേ പറയുന്നത്? ഞാൻ ചെയ്തോളാം. ഒരാളെന്നോട് പറഞ്ഞു, ഈ സഭയിലിരിക്കുന്ന ഒരാൾ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഞാൻ ചെയ്തോളാം. ശരി, എന്താ നിങ്ങളുടെ ധർമ്മം? എനിക്ക് അമ്മയുണ്ട്, അച്ഛനുണ്ട്. അതുകൊണ്ട് ഒരു പുത്രൻ അല്ലെങ്കിൽ പുത്രി എന്ന നിലയിൽ ഞാൻ എൻ്റെ ധർമ്മം എന്താ? എൻ്റെ പുത്രധർമ്മം ഞാൻ നല്ല പോലെ ചെയ്തു കൊള്ളാം. നിങ്ങളതൊന്ന് പറച്ചൽ നിർത്ത്, ഞാൻ ചെയ്തോളാം. നല്ല കാര്യം. പറഞ്ഞതിൻ്റെ ഗുണം ഉണ്ടായില്ലേ? ഉണ്ട്. അപ്പോൾ ശരി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പുത്രധർമ്മം ചെയ്തോളാം. പക്ഷെ അദ്ദേഹത്തെ കണ്ടപ്പോൾ, ആളുടെ രൂപവും ശരീരപ്രകൃതിയും കണ്ടപ്പോൾ ഒരു സംശയം. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ വിവാഹം കഴിച്ചതാണോ? അതെ. ഭാര്യ വീട്ടിലുണ്ട്. അപ്പം നിങ്ങളൊരു ഭർത്താവാണ്? അതേന്ന്. അപ്പം നിങ്ങൾക്കൊരു ഭർതൃധർമ്മം ഉണ്ട് അല്ലേ? ഉണ്ട്. അപ്പം അത് ചെയ്യണ്ടേ? രണ്ടും ചെയ്യണോ? പിന്നെ രണ്ടും ചെയ്യണ്ടേ? നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ രണ്ട് കാര്യം ചെയ്യണം. ഏതൊക്കെയാ? ഒന്ന് പുത്രധർമ്മം, രണ്ട് ഭർതൃധർമ്മം. അപ്പോൾ ചോദിച്ചു, മക്കള് 3-4 പേരുണ്ട്, കേമായി ഉണ്ടാവണം. അല്ല, അപ്പം നിങ്ങളൊരു അച്ഛനാണ്? അതെ. അപ്പം നിങ്ങൾക്കൊരു പിതൃധർമ്മമില്ലേ സുഹൃത്തെ?
ഉണ്ട്. അപ്പം അത് ചെയ്യണ്ടേ? അയ്യോ, ഇപ്പം 3 ചെയ്യണോ? വേണം. ഏതൊക്കെയാ? പുത്രധർമ്മം, ഭർത്തൃധർമ്മം, പിതൃധർമ്മം. അല്ല, നിങ്ങൾക്ക് സഹോദരന് സഹോദരിയൊക്കെ ഉണ്ടോ? ഉണ്ട്. അപ്പം നിങ്ങൾക്കൊരു സഹോദരധർമ്മം ഇല്ലേ? ഉണ്ട്. അപ്പം അത് ചെയ്യണ്ടേ? അതും ചെയ്യണോ? ശരി, അതും ചെയ്യാം. ഇനി എന്നോടൊന്നും പറയരുത്. അല്ല, നിങ്ങളൊരു അധ്യാപകനല്ലേ? അതെ. അപ്പോൾ നിങ്ങൾക്കൊരു അധ്യാപക ധർമ്മമില്ലേ? ഉണ്ട്. നിങ്ങളൊരു സമൂഹത്തിലല്ലേ ജീവിക്കുന്നേ? അതെ. നിങ്ങൾക്ക് സാമൂഹ്യപരമായി ചില ധർമ്മങ്ങളില്ലേ? ഉണ്ട്. അപ്പം അത് ചെയ്യണ്ടേ? അതും ചെയ്യണമല്ലേ? പിന്നെ ചെയ്യണ്ടേ? അപ്പോഴാണേ ഈ ധർമ്മം നിർത്ത് സുഹൃത്തെ, നിർത്ത്. ഞങ്ങൾ ധർമ്മം ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒന്ന് മാത്രമല്ല, ഒരു വ്യക്തിക്ക് ഒരേ സമയം ഒന്നിലധികം ധർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ അദ്ദേഹം കുറ്റം കേൾക്കണം. എങ്ങനെ? അമ്മ പറഞ്ഞു, വിവാഹം കഴിയുന്നത് വരെ, അവൾ ഇവിടെ വരുന്നത് വരെ എൻ്റെ മോനും ഞാനെന്തേ ഇതിങ്ങനെയായിരുന്നു. അവൾ വന്ന പിന്നെ അവനെന്നെ വേണ്ട. കൃത്യമായി എനിക്ക് മരുന്ന് വാങ്ങി തന്നവനാ. വന്നാൽ ആദ്യം എൻ്റെ അടുത്ത് ഇരുന്നവനാ. ഇപ്പം എന്നെ വേണ്ട. അമ്മ എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം? മറ്റെല്ലാം ചെയ്തു, കഷ്ടപ്പെട്ടെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എവിടെയോ ഒരിടത്ത് വീഴ്ച വന്നു. ആ വീഴ്ച വന്നത് പുത്രധർമ്മം. എവിടെയോ പ്രശ്നം വന്നു. അതുകൊണ്ടല്ലേ കുറ്റം കേട്ടത്. പെങ്ങള് പറഞ്ഞു, ഞാനും എൻ്റെ ആങ്ങളെൻ്റെ ഇതിങ്ങനെയായിരുന്നു. ഞങ്ങൾ തമ്മിൽ എന്തൊരു സ്നേഹമായിരുന്നു എന്നറിയോ? ഓണം വിഷുവൊക്കെ വന്നാൽ ആങ്ങളെ വരും, ഞാൻ ചെല്ലും, എല്ലാ മാസവും ഞാൻ അവിടെ പോവും, എന്തൊക്കെയാണ് എനിക്ക് വാങ്ങിത്തരിക. പക്ഷെ നാത്തൂൻ വന്നേ പിന്നെ എന്നെ വേണ്ട. ഇപ്പം ഞാൻ പോകാറില്ലേ വീട്ടിൽ. ആങ്ങളെ വിളിച്ചിട്ട് എത്ര കാലമായി? എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുക. ശരി. എന്താ പെങ്ങളിത് പറയാൻ കാരണം? സഹോദരധർമ്മത്തിൽ എവിടെയോ ഒരു പ്രശ്നം വന്നു, അല്ലെങ്കിൽ സഹോദരിയുടെ ധർമ്മത്തിൽ എവിടെയോ പ്രശ്നം വന്നു. ഭാര്യ പറഞ്ഞു, മനുഷ്യ, ഞാനിങ്ങനെ ഒരാൾ കൂടി ഉണ്ട്. നിങ്ങളിങ്ങനെ അമ്മയുടെ പിന്നാലെ, അമ്മയുടെ വാലുമ്മേ, സഹോദരന് വേണ്ടത്, സഹോദരിക്ക് വേണ്ടത്, നാട്ടുകാർക്ക് വേണ്ടതൊക്കെ ചെയ്തോ? എന്നെക്കുറിച്ച് വല്ല വിചാരമുണ്ടോ? നമ്മളൊരു സിനിമയ്ക്ക് പോയിട്ട് എത്ര ദിവസമായി? നമ്മളൊരു പുറത്ത് പോയിട്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു മസാല ദോശയെങ്കിലും കഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് എന്നെപ്പറ്റി എന്തെങ്കിലും ഒരു വിചാരമുണ്ടോ എന്ന് ഭാര്യ പറഞ്ഞുവെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? ഭർത്തൃധർമ്മത്തിൽ എവിടെയോ വീഴ്ച വന്നു. എന്നാൽ സത്യത്തിൽ ഇദ്ദേഹം പണിയെടുത്ത് നട്ടല് പൊട്ടിയിരിക്കുക. അമ്മ പറഞ്ഞു, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ ജോലിയാ. അവസാനം എനിക്ക് കുറ്റം മാത്രം. എവിടെയാ കുറ്റം പറഞ്ഞേ? 99 കാര്യവും നന്നായി ചെയ്താലും ഒരു കാര്യത്തിൽ വീഴ്ച വന്നാൽ നമ്മൾ കുറ്റം കേൾക്കും. കാരണം ധർമ്മം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. നമ്മൾ പറയുമ്പോൾ എളുപ്പം, പറയുമ്പോൾ രസം. ധർമ്മം ചെയ്യൂ, ഇത് വെറുതെ പറഞ്ഞാൽ മതി. ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ കഷ്ടം. ധാരാളം പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ വരും ജീവിതത്തിൽ. അതൊക്കെ വരുമ്പോൾ അതിൽ നിന്നൊന്നും മാറാതെ തൻ്റെ ജീവിതത്തെ ത്യാഗത്തോടു കൂടി ജീവിക്കുക, അതാണ് ധർമ്മം. അതുകൊണ്ട് ധർമ്മം ഒരേ സമയം ഒന്നിലധികം കാര്യം ഏറ്റവും വൃത്തിയായി ചെയ്യണം. ഇത്രയും ക്ലിയർ ആണോ പറഞ്ഞത്? പറയാൻ പോണ വിഷയത്തിലേക്കാണ്. ഈ ഒരു ബേസ് ഇല്ലെങ്കിൽ ഇനി പറയുന്നത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ്. സൈക്കിൾ ചവിട്ടാൻ പഠിച്ചത് ഓർമ്മയുണ്ടോ? പണ്ട് സൈക്കിൾ ചവിട്ടുമ്പോൾ പണ്ട് വലിയ കഷ്ടം. ഈ പെഡലൊന്നും മറയ്ക്കാൻ എത്ര കഷ്ടമായിരുന്നു. ചവിട്ടി മറക്കി, ഇത് മറയണ്ടേ. സൈക്കിളോ കയ്യിൽ നമ്മളങ്ങനെ ഹാൻഡിലൊക്കെ പിടിച്ചു. പക്ഷെ 2 ഉണ്ട്. ഒരു ബ്രേക്ക്, ബ്രേക്ക് 2 കൈമീണ്ടോ? ഉണ്ട്. അത് പിടിച്ചു. അതെ, ബെല്ലടിക്കണം. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബെല്ലും ഉണ്ട്. ശരി. ഈ പെഡൽ ഇങ്ങനെ കറക്കണം. ശരി. വേഗത്തിൽ പോകുമ്പോൾ വേഗത കുറയ്ക്കണമെങ്കിൽ ബ്രേക്ക് പിടിക്കണം. ശരി. ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചോട്ടെ, അതേ ഓർമ്മയുണ്ടാവുള്ളൂ. അപ്പോൾ പിന്നിലെ ബ്രേക്ക് ആദ്യം പിടിക്കണം. അതിനനുസരിച്ച് വേഗത കുറയുന്നതിനനുസരിച്ച് ശരി. ഇങ്ങനെ നമ്മൾ സൈക്കിൾ ചവിട്ടാൻ പഠിച്ചു. സൈക്കിൾ ചവിട്ടാൻ പഠിച്ച കാര്യം ഒന്ന് ഓർത്തു നോക്കൂ. ഒരേ സമയം ഒന്നിലധികം കാര്യം ചെയ്തപ്പോഴല്ലേ സൈക്കിൾ ചവിട്ടാൻ പഠിച്ചത്? അതെ. അങ്ങനെ സൈക്കിളിൽ ഞാൻ വലിയ വിദ്വാനായപ്പോൾ ഗിയറുള്ള പഴയ ബൈക്ക് ഉണ്ടല്ലോ, ഗിയർലെസ് അല്ല, ഗിയറുള്ള പഴയ ബൈക്ക് ഓടിക്കാൻ തുടങ്ങി. ബൈക്ക് ഓടിക്കാൻ തുടങ്ങിയപ്പോഴാണ് മുന്നിൽ 2 ബ്രേക്കായിരിക്കുമല്ലേ? അല്ല, ഒന്ന് ക്ലച്ചോ. അപ്പോൾ ബ്രേക്ക് എവിടെയാ? കാലുമ്മയാണോ? അതെ. അപ്പോൾ ഈ ഹാൻഡിലിങ്ങനെ പിടിച്ചാൽ മതി, പോരാ. അതോരഞ്ഞ ആക്സിലേറ്ററാ? ആക്സിലേറ്റർ ഉണ്ട്. എന്തൊക്കെ സംഘർഷം നോക്കൂ. സൈക്കിളിൽ നിന്ന് ബൈക്കിലേക്ക് മാറിയപ്പോൾ ഒരേ സമയം എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്.
അങ്ങനെ ഞാൻ ചെയ്തപ്പോഴല്ലേ ഞാൻ ലക്ഷ്യസ്ഥാനത്തെത്തിയത്? അങ്ങനെ ഞാൻ ചെയ്യാതിരുന്നപ്പോഴല്ലേ അപകടം പറ്റിയത്? ശരി, എന്നിട്ട് ഞാൻ കാറ് ഓടിക്കാൻ തുടങ്ങി. അതും ഗിയറുള്ള കാറ്, പണ്ടത്തെ കാറ്. 2 കാല് 3 പെഡല്. ഞാൻ 2 എണ്ണത്തിമേ ചവിട്ടുള്ളൂ, നാട്ടുകാർ നിങ്ങളെ ചവിട്ടും. 3 എണ്ണത്തിമേ മാറി മാറി ചവിട്ടണം. വേഗത്തിൽ വരുന്നവനെ കയറ്റി വിടണം. വേഗത്തിൽ പോകേണ്ട സമയത്ത് പോകണം. ഹമ്പും ഘട്ടറും കണ്ടാൽ നമ്മൾ ഗിയറുകൾ ഡൗൺ ചെയ്യണം, ബ്രേക്ക് ചവിട്ടണം. ഇതൊക്കെ ഞാൻ ചെയ്യണോ? ഇതൊക്കെ നീ ചെയ്തില്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ മുകളിൽ ഇങ്ങനെ കിടക്കും. എന്തേ? ധർമ്മത്തിൽ വീഴ്ച വന്നാൽ അപ്പക്കെട്ടം, ധർമ്മത്തിൽ വീഴ്ച വന്നാൽ അപജയം, ധർമ്മത്തിൽ വീഴ്ച വന്നാൽ ശരി 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 മതി മതി നിർത്ത്. മനസ്സിലായി, ഏതാണ്ടൊക്കെ മനസ്സിലായി. ഞങ്ങളുടെ പ്രശ്നം ഇതൊന്നുമല്ല. എന്താ പ്രശ്നം? അമ്മയും ഭാര്യയും തമ്മിൽ വഴക്ക് കൂടുമ്പോൾ ആരുടെ കൂടെ നിൽക്കണം അത് പറയും. പ്രശ്നം എവിടെയാ? ഇതൊക്കെ ചെയ്തു പോകുമ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് സംഘർഷം ഒന്നൂന്നിരിക്കട്ടെ. വേണ്ടപ്പെട്ടവരാണ് 2 പക്ഷത്ത്. ഈ സമയത്ത് ആരുടെ കൂടെ നിൽക്കണം? അപ്പോൾ വാൽമീകി പറയും, ധർമ്മം അനുഷ്ഠിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ മുന്നിൽ 2 ധർമ്മങ്ങളേ ഉള്ളൂ. ഒന്നാമത്തെ ധർമ്മത്തിൻ്റെ പേര് മുഖ്യധർമ്മം, 2 ഗൗണധർമ്മം. മുഖ്യം ഗൗണം എന്ന് പറഞ്ഞേ. മുഖ്യധർമ്മം, ഗൗണധർമ്മം. ശരിയായോ? മുഖ്യധർമ്മവും ഗൗണധർമ്മവും നമ്മൾ ജീവിതത്തിൽ ചെയ്യണം. ഇനി പറഞ്ഞ് ശ്രദ്ധിക്കണേ. പലരും പാതി ഉറക്കത്തിലാന്ന് എനിക്കറിയാം, എന്നാലും ഒന്ന് ശ്രദ്ധിക്കണം. തലയൊക്കെ ഒന്ന് വെറുതെ ഇങ്ങനെ ആട്ടിയാൽ മതി, എനിക്കൊരു സന്തോഷത്തിനാണ്. മുഖ്യധർമ്മവും ഗൗണധർമ്മവും ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് എപ്പോഴാണോ മുഖ്യധർമ്മവും ഗൗണധർമ്മവും തമ്മിൽ സംഘർഷമുണ്ടാവുന്നത്, അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ മുഖ്യധർമ്മത്തെ സ്വീകരിച്ച് ഗൗണത്തെ തള്ളണം. എന്താ നിയമം? മുഖ്യത്തെ സ്വീകരിക്കണം, ഗൗണത്തെ തള്ളണം. ഏതുപോലെ? പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്കൊക്കെ അറിയാം, ടീച്ചർ അറ്റൻഡൻസ് എല്ലാം എടുത്തു, ഹാജർ. അന്ന് ഇനീഷ്യൽ ആദ്യം വിളിക്കുക അല്ലേ? പിന്നീട് ഇനീഷ്യൽ പിന്നീടായി. എന്തോ ആവട്ടെ, ഏതായാലും കുട്ടികളുടെ പേരൊക്കെ വിളിച്ചു. കുട്ടികൾ എഴുന്നേറ്റ് അറ്റൻഡൻസ് എന്നൊക്കെ പറഞ്ഞു. ഹാജർ, റാൻ, അടിയൻ, കുടിയൻ എന്തായാലും പറഞ്ഞു. നാരായണ ഗുരുദേവൻ ഉണ്ടാക്കിയ വിദ്യാലയത്തിൽ ഗുരുദേവൻ സംസ്കൃതത്തിലാണ് പറഞ്ഞത്. അപ്പോൾ ഒരാളുടെ പേര് വായിച്ചാൽ ആകതോസ്മിൻ എന്ന് പറയണം. ഞാൻ വന്നിട്ടുണ്ട്. പരീക്ഷിക്കാവുന്നതാണ്. എന്നും ഈ അറ്റൻഡൻസും ഹാജറൊക്കെ മതിയോ? പുതിയ ഭാഷകൾ കുട്ടികൾ പഠിക്കട്ടെ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ പുതിയ ഭാഷയിൽ കുട്ടികൾ പറഞ്ഞു തുടങ്ങട്ടെ. 1 കൊല്ലം പറഞ്ഞാൽ കുട്ടികൾ എത്ര വാക്ക് പഠിക്കും? നമ്മൾ ഈ സമ്പ്രദായങ്ങളിൽ നിന്ന് മാറാൻ ഒരു തയ്യാറുമില്ല. ഇപ്പോഴും അറ്റൻഡൻസ് എന്ന് തന്നെ കേൾക്കണം. എത്ര കാലമായി? 12 കൊല്ലം ഇത് തന്നെ പറയണം. ഓരോ കൊല്ലം മാറ്റി പറഞ്ഞാൽ അത്രയും ഭാഷ പഠിക്കില്ലേ കുട്ടികൾ? ശരി, അധ്യാപിക പറഞ്ഞു, എല്ലാം എടുത്തു. അന്നത്തെ ക്ലാസ് എടുത്തപ്പോൾ കുട്ടികൾക്കൊക്കെ 10 ചോദ്യവും അതിൻ്റെ ഉത്തരവും കൊടുത്തിട്ട് പറഞ്ഞു, നാളെ പഠിച്ചിട്ട് വരണം, ഞാൻ ചോദിക്കും കേട്ടോ എന്ന് പറഞ്ഞു. കുട്ടികൾക്ക് അറിയാം അത് ടീച്ചറുടെ അടവാ, കാരണം ഇതൊന്നും ചോദിക്കുകയൊന്നുമില്ല. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്തു? സ്കൂളിൽ നിന്ന് വന്ന് അതാത് ദിവസം പഠിക്കേണ്ടത് പഠിക്കാതെ കളിച്ചും ചിരിച്ചും അമ്മയുടെ മൊബൈൽ തട്ടിപ്പറിച്ചും അതിൽ കുറേ ഗെയിം കളിച്ചും അതിലെ കുറേ റീല് കണ്ടും അതിലെ കുറേ ഷോർട്സ് കണ്ടും ഇൻസ്റ്റയിൽ മുങ്ങി കറങ്ങി ജീവിച്ചും അങ്ങനെ ചെയ്യേണ്ടത് ചെയ്യാതെ പഠിക്കേണ്ടത് പഠിക്കാതെ വേണ്ടാത്തത് പലതും ചെയ്ത് കുട്ടികൾ പിറ്റേ ദിവസം രാവിലെ സ്കൂളിൽ ചെന്നു. ക്ലാസ് തുടങ്ങി. ടീച്ചർ അറ്റൻഡൻസ് എടുത്തു. പുസ്തകം അടയ്ക്കാൻ പറഞ്ഞു. എല്ലാവരും പുസ്തകം അടച്ചോ? ചോദിക്കട്ടെ. എന്ത്? ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ? അയ്യോ, ചോദിക്കൂ. ചോദിക്കാൻ പോകണ പുസ്തകം അടയ്ക്കും. കുട്ടികൾ നല്ല വിറയ്ക്കുന്ന, നല്ല ഹൃദയമൊക്കെ മിടിക്കാൻ തുടങ്ങി. ടീച്ചർ ആദ്യത്തെ കുട്ടിയോട് ചോദ്യം ചോദിച്ചു. അവൻ സ്ഥിര ഉത്തരം പറഞ്ഞു, അറിയില്ല. അവിടെ നിൽക്കുക. രണ്ടാമത്തെ ആളോട് ചോദിച്ചു, എഴുന്നേറ്റു, അറിയില്ല. അവിടെ നിൽക്ക്. മൂന്നാമത്തെ ആള്, അറിയില്ല. അവിടെ നിൽക്ക്. നാലാമത്തെ ആള്, അറിയില്ല. അവിടെ നിന്നോ. അഞ്ചാമത്തെ ആൾ ഉത്തരം പറഞ്ഞു. അഞ്ചാമത്തെ ആള് ഉത്തരം പറഞ്ഞു. അവിടെ ഇരിക്കും. നിൽക്കുന്ന 4 പേർക്കും അവനവൻ്റെ മുഖ്യധർമ്മം ചെയ്യാത്ത 4 പേർക്കും ടീച്ചറുടെ വക ഒരു കഷായമുണ്ട്. അതെന്ത് കഷായ? ചൂരൽ കഷായമാണ്. ടീച്ചർ മേശയുടെ വലിപ്പ് തുറന്നു. ആ ചൂരലെടുത്തൊന്ന് വളച്ച് തിരിച്ച് പിടിച്ച് ആദ്യത്തെ ആളോട് കൈനീട്ടാൻ പറഞ്ഞു. ഈ ആൺകുട്ടികളും പെൺകുട്ടികളും 2 തരത്തിലാണ് കൈനീട്ടുക. ആൺകുട്ടികൾ കൈനീട്ടിയാൽ കഴിഞ്ഞാൽ പറഞ്ഞോളോട്ടോ ടീച്ചറായി, ഈ നിൽക്കുക.
പെൺകുട്ടികളാണെങ്കിലോ ഓ എന്ന് പറഞ്ഞ് 16 വലി കൊണ്ടങ്ങി കൊണ്ടു എത്ര അടിയടിക്കണമെന്ന് പറയും, എവിടേക്കാണ് കൊള്ളുക എന്നറിയില്ല. ഈ ആവലാതിയും വേവലാതിയും മരണം വരെ ഉണ്ടാവും. വെയിൽ കണ്ടാ പ്രശ്നം, മഴ കണ്ടാ പ്രശ്നം, സ്വർണത്തിന് വില കൂടിയ പ്രശ്നം, കുറഞ്ഞ പ്രശ്നം, മൊത്തത്തിൽ പ്രശ്നം. ഏതായാലും ഈ ആവലാതിയോട് കൂടിയിട്ട് ഈ ആദ്യത്തെ കുട്ടി കൈനീട്ടി ടീച്ചർ ഒരൊറ്റ അടി, ആ അടിയുടെ വെയിറ്റ് മറക്കരുത്, 1 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. എത്രയുണ്ടായിരുന്നേ? 1 കിലോ വെയിറ്റ്. രണ്ടാമത്തെ ആൾ ആ അടി കൊണ്ട് 1 കിലോ വെയിറ്റിൽ അടി കൊണ്ട് ആരും ടീച്ചറെ വണങ്ങും അല്ലേ? വണങ്ങാണ്ട് പറ്റുമോ? അവനും വണങ്ങി. രണ്ടാമത്തെ ആളെ അടിച്ചു, 1 കിലോ വെയിറ്റ് അദ്ദേഹത്തിനും കിട്ടി, ആളും ടീച്ചറെ വണങ്ങി. മൂന്നാമത്തെ ആൾ കൈ നീട്ടി, ആളെയും നീട്ടി അടിച്ചു, ആൾക്ക് 1 കിലോ വെയിറ്റ്. നാലാമത്തെ ആളുടെ അടുത്തെത്തിയപ്പോൾ അധ്യാപിക അബ്രപ്റ്റ്ലി സ്റ്റോപ്പ്ഡ്. എൻ്റെ മോള് വടി ഉയർത്തി, അടിക്കണ്ടേ? ആരാ മുന്നിൽ നിൽക്കുന്നേ? മാതൃഹൃദയം തേങ്ങി. എന്തു ചെയ്യും? അടിക്കണം. അടിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. മറ്റു കുട്ടികൾ മുഴുവൻ ആർക്കെതിരെ തിരിയും? പക്ഷപാതത്തോടുകൂടി പെരുമാറിയ ടീച്ചറുടെ ആ പ്രവൃത്തിയിൽ കുട്ടികൾക്കെല്ലാം പരാതി വരും. കുട്ടികൾ ആ ടീച്ചറെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം ആ സബ്ജക്റ്റ് പഠിച്ച്. നോക്കൂ, ഏത് സബ്ജക്റ്റ് നമ്മൾ പഠിച്ചതും എനിക്ക് ആ ടീച്ചറെ ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ടീച്ചറോടുള്ള ഇഷ്ടമാണ് ഞാൻ ആ സബ്ജക്റ്റ് പഠിക്കാൻ കാരണം. നമുക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളവർ ഇഷ്ടത്തോടൊരു കാര്യം പറഞ്ഞാൽ ഇഷ്ടമില്ലാത്തതും നമ്മൾ ചെയ്യും. രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പാത്രം കഴുകാൻ ഇഷ്ടമാണോ അമ്മമാർക്ക്? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ എന്തിനാ കഴുകണത്? ഇഷ്ടമുള്ളവർക്ക് വേണ്ടി. അങ്ങനെ ഈ അമ്മ കഷ്ടപ്പെട്ട് മോളോട് പറയും, തിരിഞ്ഞു നോക്കില്ല, നല്ല കുട്ടികളാണ്, എടി നീ ഒന്നും ചെയ്യണ്ട, വൈകുന്നേരം പാത്രമെങ്കിലും ഒന്ന് കഴുക്. രാവിലെ തൊട്ട് അമ്മ പണിയെടുക്കണതല്ലേ. ഭാര്യ നല്ല സ്നേഹം വേണമെന്ന് ഭർത്താക്കന്മാർക്ക് ആഗ്രഹമുണ്ടോ? വൈകുന്നേരത്തെ ആ പാത്രം ഇട്ട് കഴുകി കൊടുക്കൂ. ഇതൊരു സ്നേഹമായിരിക്കുന്നറിയോ? വേറെ ഒന്നും ചെയ്യണ്ട, വേറെ ഒന്നും പ്രതീക്ഷിക്കണമില്ല. ആ അവസാനത്തെ ആ സമയത്ത് അതൊന്ന് സഹായിക്കൂ. കുട്ടികൾക്ക് എൻ്റെ അടുത്തൊരു കുട്ടി പറഞ്ഞു, സാറേ അമ്മ ഒരു രക്ഷയില്ല, മോളെ നീ ഒറ്റ കാര്യം ചെയ്യൂ. എന്താ? വൈകുന്നേരത്തെ പാത്രം ഞാൻ കഴുകിക്കോളാന്ന് പറയൂ, പിന്നെ അമ്മ നിന്നെ വഴക്ക് പറയില്ല. സത്യമായിരുന്നു. അമ്മയുടെ ഏറ്റവും വലിയ പ്രശ്നം വൈകുന്നേരം എന്നിട്ട് അത് മുഴുവൻ അവിടെ ഇട്ട് പിറ്റേ ദിവസം രാവിലെ കണി കണ്ട് ഇതിനപ്പത്. അപ്പം എന്തായാലും തൻ്റെ മകളെ അടിച്ചില്ലെങ്കിൽ പ്രശ്നം, കുട്ടികൾ പിന്നെ ആ ടീച്ചറുടെ സബ്ജക്റ്റ് പഠിക്കില്ല. പഠിച്ചില്ലെങ്കിൽ കുട്ടികൾക്ക് മാർക്ക് കിട്ടില്ല. മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഫുൾ A+ പോയില്ലേ? ഫുൾ A+ പോയാൽ സ്കൂളിൻ്റെ പേര് പോയില്ലേ? സ്കൂളിൻ്റെ പേര് പോയാൽ പിന്നെ അഡ്മിഷൻ വരുമോ? അഡ്മിഷൻ വരാതിരുന്ന ഡിവിഷൻ ഫാൾ ഉണ്ടാവില്ലേ? അപ്പോൾ അവിടെ പലരുടെയും ജോലി പോവില്ലേ? അപ്പോൾ ടീച്ചറുടെ വടി ഇങ്ങനെ നിൽക്കുക, ഇനി അടിക്കണ്ടേ? അടിക്കണം. ചോദ്യം എത്രയേ ഉള്ളൂ, ഈ ടീച്ചറുടെ മുഖ്യധർമ്മം ഏതാണ്? ഗൗണധർമ്മം ഏതാണ്? ഏതാ മുഖ്യം? അധ്യാപിക. ഗൗണമേതാ? അമ്മ. മുഖ്യവും ഗൗണവും തമ്മിൽ സംഘർഷമുണ്ടായി എന്ത് ചെയ്യണം? മുഖ്യത്തെ സ്വീകരിക്കണം, ഗൗണത്തെ തള്ളിക്കളയണം. കാരണം ഇവിടെ അമ്മ എന്നുള്ളത് വീട്ടിലാണ്, ഇവിടെ ആരാ? അധ്യാപികയാണ്. എല്ലാവരോടും ഒരുപോലെ പെരുമാറണം. പെരുമാറിയില്ലെങ്കിൽ കുട്ടികൾ വീട്ടിൽ പോയി പരാതി പറയും, പാരൻസ് സംഘടിക്കും, അവർ പ്രിൻസിപ്പാളെ HM കാണാൻ വരും. ആ ടീച്ചർക്കെതിരെ വലിയ പ്രശ്നങ്ങളുണ്ടാവും, സ്കൂളിൻ്റെ നിലവിലുള്ള സ്ഥിതി മാറും. അപ്പോൾ നോക്കൂ, താൻ ചെയ്യേണ്ട മുഖ്യധർമ്മത്തിൽ ഈ ടീച്ചർ ചെയ്യണം. ഏതായാലും ടീച്ചർ മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും അടിച്ചു. 200 ഗ്രാം ഉണ്ടായേ ഉള്ളൂ, മറ്റൊക്കെ 1 കിലോനായിരുന്നു. ഏതായാലും ഈ ടീച്ചറെ സംബന്ധിച്ച് അവർ അവരുടെ മുഖ്യധർമ്മം ചെയ്യണം. ശരി, ഇവർ വീട്ടിൽ ചെന്നു കഴിഞ്ഞാൽ ഇവരുടെ മുഖ്യധർമ്മം ഏതാ? അധ്യാപികയാണോ അമ്മയാണോ? അവിടെ അമ്മയായി ഒരു പരകായ പ്രവേശം ചെയ്യാൻ പലർക്കും പറ്റുന്നില്ല. അപ്പോഴും അധ്യാപികയുടെ ഹാങ് ഓവറിലാണ്. അച്ഛൻ വലിയ സ്ഥാപനത്തിൻ്റെ HR മാനേജറാണ്, പക്ഷെ വീട്ടിൽ വന്നാലും HR മാനേജറാണ്. നോക്കൂ, ആ മുഖ്യധർമ്മം മാറി, അമ്മ എന്നുള്ള മുഖ്യധർമ്മം വീട്ടിൽ. അപ്പോൾ ഗൗണമേതാ? അധ്യാപിക. ഇത്രയും ക്ലിയറാണോ? ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ധാരാളം ഉണ്ട്. ഇനി രാമായണം കേൾക്കൂ. രാമായണത്തിലെ ഉത്തരകാണ്ഡം ആദ്യത്തെ 42 സർഗം വരെ റിവ്യൂ ആണ്. ശ്രീരാമചന്ദ്രൻ രാജാവായി, മുനിമാർ രാമനെ കാണാൻ വന്നു, മഹർഷിമാർ വന്നു, ഭരദ്വാജൻ വന്നു, വാൽമീകി വന്നു, ഓരോരുത്തരും വന്നു.
ഓരോരുത്തരെടുത്തും രാമൻ ഓരോ കാര്യം ചോദിക്കും. രാവണൻ എങ്ങനെയാണ് ഇത്രയും കേമനായത്, ഇന്ദ്രജിത്ത് എങ്ങനെയാണ് അച്ഛനേക്കാളും മിടുക്കനായത്, എങ്ങനെയാണ് ബാലി ജനിച്ചത്, എങ്ങനെയാണ് ഹനുമാൻ ജനിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഈ സമയത്ത് ശ്രീരാമചന്ദ്രൻ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ രാമനെ ശരിക്കും മനസ്സിലാക്കിയാൽ നമ്മൾ അത്ഭുതപ്പെടുന്ന കുറേ സ്വഭാവമുണ്ട്. 43-ാമത്തെ സർഗം. സീതാദേവി ഗർഭവതിയായി. അതാണ് ആ സർഗത്തിൽ. എനിക്ക് ഭവതിയിൽ സന്താനപ്രാപ്തിയായി എന്ന് പറയണത് രാമനാണ്, അല്ലാണ്ട് സീത അങ്ങടല്ല പറഞ്ഞത്. മനസ്സിലാക്കിക്കോളൂ. അന്നത്തെ ആൺകുട്ടികൾ അവർക്ക് അറിയാം സന്താനം എന്ന് പറഞ്ഞാൽ മറക്കരുത്, തനു വിസ്താരേ എന്നാണ് അർത്ഥം. തനു എന്ന് പറഞ്ഞാൽ ശരീരം. തനുശ്രീ എന്നൊക്കെ കുട്ടികൾക്ക് പേരിടില്ലേ? ശരീരമായ ഈ തനു പുരുഷന്റെ ശരീരം വിസ്തരിപ്പിക്കുമ്പോൾ ആ ശരീരത്തെ പറയുന്ന പേരാണ് സന്താനം. ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും ജനിക്കുന്നത് അച്ഛനാണ്, അമ്മയല്ല. അച്ഛൻ്റെ പുനർജനനമാണ് കുട്ടികൾ. ഈ ബോധമുള്ള ഒരു അച്ഛനൊക്കെ ആ വീട്ടിലുണ്ടെങ്കിൽ എന്തൊരു സൗഭാഗ്യം എന്നറിയോ? അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, നിൻ്റെ പിള്ളേരല്ലേ നീ നോക്കിക്കോ. ഇദ്ദേഹം പുനർജനിച്ചെന്ന് ഒരു ബോധമില്ലാത്തവനാണ് ഈ വിവാഹവും കഴിഞ്ഞ് കുട്ടികളെ വളർത്തണത്. സത്യമാണ്. അച്ഛനാണ് പുനർജനിക്കുന്നത്. പ്രസവിക്കുന്നത് സ്ത്രീയാണെങ്കിലും ശ്രവിക്കുന്നത് പുരുഷനായതുകൊണ്ട് പുരുഷനാണ് പുനർജനിക്കുന്നത്. ശ്രദ്ധിച്ചാൽ, ആലോചിച്ചാൽ ഇതിന് ഉത്തരം കിട്ടും. എന്നെ പുനർജനിപ്പിക്കാൻ എനിക്കൊരു ജായയെ വേണം എന്ന് തോന്നുമ്പോഴാണ് ഒരാൺകുട്ടി ഒരു ജായയെ തേടുക. ജായ എന്നാണ് പറയുക, അല്ലാണ്ട് ഭാര്യ എന്നല്ല പറയുക. ശ്രദ്ധിക്കണേ. വിവാഹം നിശ്ചയിച്ചാലും വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് വരെ ആ പെൺകുട്ടിയുടെ പേര് ജായ എന്നാണ്, ഭാര്യ എന്നല്ല. ദമ്പതി, ഈ വാക്ക് കേട്ടോ? ദമ്പതി, നവദമ്പതികൾ. എന്താ ഈ ദമ്പതി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം? ജായാംച പതിംച ദമ്പതിയാണ്. ജായയും പതിയും ചേരുമ്പോൾ ഉണ്ടാകുന്ന വാക്കാണ് ദമ്പതി, അല്ലാണ്ട് ഭാര്യ ഭർത്താവ് എന്നല്ല അതിൻ്റെ അർത്ഥം. ദയവ് ചെയ്ത് തെറ്റി പറയരുത്. ജായ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനെ പുനർജനിപ്പിക്കാൻ കഴിവുള്ളവളെ പറയുന്ന പേരാണ് ജായ. ജായ എന്നാൽ ജനിപ്പിക്കുന്നവൾ. ആരെ? പുരുഷനെ പുനർജനിപ്പിക്കുന്നവൾ. എന്താ കേമെന്നറിയൂ? ഒരു പുരുഷനെ പുനർജനിപ്പിക്കാൻ കഴിവുള്ള ജായ. ഈ വാക്ക് ജായ എന്ന് കേട്ടിട്ടുണ്ടോ? ചായ എന്ന് കേട്ടിട്ടുണ്ടാവും. അതല്ല, ജായ. ചവർഗത്തിൽ മൃദു അക്ഷരമായ ജ, തൊട്ട് നോവിക്കാൻ പാടില്ലാത്ത ജ എന്ന അക്ഷരം. ജായ എന്ന് കേട്ടിട്ടുണ്ടോ? കുറച്ച് പേര് കേട്ടിട്ടുണ്ടാവും. ചില അമ്മമാരൊക്കെ കേട്ടിട്ടുണ്ടാവും. കാരണം ഇത് കേൾക്കാൻ വഴിയില്ല, കാരണം ഇത് മഹാഭാരതത്തിൽ പറഞ്ഞതുകൊണ്ടാണ്. വല്ല വനിത, ഗൃഹലക്ഷ്മി, ആരോഗ്യരംഗം, മഹിളാരത്നമൊക്കെയാണെങ്കിൽ കേട്ടേനെ. വല്ല സിനിമയിലൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടേനെ. മഹാഭാരതം ആയതുകൊണ്ട് നമ്മൾ കേൾക്കാത്തത്. നമ്മൾ ഹിന്ദുക്കളായതുകൊണ്ടേ അത്രയുള്ള ഉള്ളൂ. ശകുന്തളയാണ് ആദ്യം പറയുന്നയാൾ. ശകുന്തള ദുഷ്യന്തൻ്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, മഹാരാജാവേ, ഏത് ശകുന്തള? കാളിദാസൻ്റെ ശകുന്തളയല്ല, വ്യാസൻ എഴുതിയ ശകുന്തള. കാളിദാസൻ ശാകുന്തളം എഴുതുന്ന കാലത്ത് രാജാക്കന്മാരെ ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത അന്തരീക്ഷത്തിൽ കാളിദാസൻ അങ്ങനെ എഴുതാൻ പറ്റൂ. പക്ഷെ വ്യാസൻ എഴുതിയ ശകുന്തള സിംഹികയാണ്. ഒരു പെൺകുട്ടിയുടെ കരുത്തറിയണമെങ്കിൽ ശകുന്തളയുടെ കരുത്തറിയണം. കണ്വാശ്രമത്തിൽ നിന്ന് എട്ടും പൊട്ടും തിരിയാതെ കുറേ പേരുടെ കൂടെ പോയ പെൺകുട്ടിയല്ല, അത് കാളിദാസൻ്റെ ശകുന്തളയാണ്. വ്യാസൻ്റെ ശകുന്തള കരുത്തുള്ളവളാണ്. രാജാവിൻ്റെ മുഖത്ത് നോക്കി, ഹസ്തിനപുരത്തിലെ രാജാവിൻ്റെ മുഖത്ത് നോക്കി ആ പെൺകുട്ടി കൃത്യമായി പറയുന്നൊരു വാക്കുണ്ട്, മഹാരാജാവേ, നിങ്ങളെ തന്നെ പുനർജനിപ്പിച്ച നിങ്ങളുടെ ജായയാണ് ഞാൻ. നിങ്ങളെ പുനർജനിപ്പിച്ചവളാ. പിന്നെ പറയണത് ദ്രൗപദിയാണ്. ദ്രൗപദി എന്ന് പറഞ്ഞാൽ യാജ്ഞസേനി എന്നാണ് ശരിക്കും പേര്. എന്താ ദ്രൗപദിയുടെ ശരിക്കും പേര്? യാജ്ഞസേനി, യജ്ഞസംഭവ. ജാതവേദസ് എന്ന് പറയുന്ന അഗ്നി കന്നിക്കൈനീട്ടമായി ദ്രുപദന് കൊടുത്ത ദ്രുപദ ദുഹിതയാണ് പാഞ്ചാലി എന്ന് പറയുന്ന പാഞ്ചാലദേശത്തിലെ കുമാരി, ദ്രുപദപുത്രിയായ ദ്രൗപദി. എന്നാൽ അഗ്നി സംഭവയും യജ്ഞസംഭവയും യാജ്ഞസേനിയുമാണ് ദ്രൗപദി. ആ ദ്രൗപദിയും പറയുന്നുണ്ട്, കൃഷ്ണ, ഈ പാണ്ഡവരെ മുഴുവൻ പുനർജനിപ്പിച്ച് അവരുടെ ജായയായ ഞാൻ സഭാമധ്യത്തിൽ വസ്ത്രാക്ഷേപം ചെയ്യുമ്പോൾ എന്നെ തിരിഞ്ഞു നോക്കിയില്ല കൃഷ്ണ, വിഷമുണ്ട് കുറെ. ജായ.
ശരി, രാമൻ പറഞ്ഞു ഭവതിയിൽ എനിക്ക് സന്താനപ്രാപ്തിയായി, സീത ഗർഭവതിയായി. വൈദേഹി, ഗർഭവതിയായ നിനക്ക് രാമൻ്റെ വിശേഷണം കണ്ടല്ലയോ മനോഹര ഗാത്രി. ഇതൊക്കെയാണ് രാമായണം പോലെ സുന്ദരമായ ഭാഷ എവിടെയും കിട്ടില്ല. ഉപമകളുടെ കാവ്യം, ഉപമകളുടെ രാജാവ് കാളിദാസനൊന്നുമല്ല, വാൽമീകിയാണ്. വാൽമീകിയുടെ വാൽമീകിയ രാമായണം ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കൂ, നമ്മൾ തൊഴും. ഇത്ര മനോഹരമായി വാക്കുകൾ ഉപയോഗിക്കാൻ അറിയുന്ന വാൽമീകി മാമുനി പറയുകയാണ്, അല്ലയോ മനോഹരാംഗി മനോഹരഗാത്രി, ഗർഭവതി ആയതുകൊണ്ട് ഞാൻ പറയട്ടെ, നിനക്ക് ഏതൊന്നിലാണ് ആഗ്രഹം, ആ ആഗ്രഹത്തെ എന്നോട് പറയൂ, ഞാൻ നടപ്പിലാക്കി തരാം. ഗർഭിണിയായ ഒരു പെൺകുട്ടിയുടെ ഏതാഗ്രഹവും നടപ്പിലാക്കണമെന്നുള്ള പ്രാഥമിക വിദ്യാഭ്യാസമുള്ള രാമൻ ചോദിച്ചു. ഉടനെ സീത പറഞ്ഞു, പ്രഭോ, നമ്മൾ അന്ന് വനവാസ സമയത്ത് പോയിരുന്ന ഇടങ്ങളുണ്ടല്ലോ, പാവനമായ ആശ്രമങ്ങളിലേക്കും മഹർഷിമാരുടെ ആശ്രമവാടങ്ങളിലേക്കുമൊക്കെ പോയിരുന്നില്ലേ? ഗർഭവതിയായി എനിക്ക് ആഗ്രഹം ആ മഹർഷിമാരുടെ ആശ്രമങ്ങളിൽ പോയി അവിടെയൊന്ന് കണ്ട് അവരുടെ അനുഗ്രഹം വാങ്ങണം. പുണ്യതീർത്ഥമൊഴുകുന്ന ഗംഗാനദിയുടെ ആ തീർത്ഥസ്ഥലിയിലൊന്ന് പോയി ആ തീരത്തിൽ കായ്ക്കനികൾ ഭക്ഷിച്ച് ജീവിക്കുന്ന മഹത്തുക്കളായിട്ടുള്ള ഋഷിവര്യന്മാരുടെ മന്ത്രദൃഷ്ടാക്കളുടെ അടുത്ത് പോയി എനിക്ക് അവരുടെ അനുഗ്രഹം വാങ്ങണം. അതുകൊണ്ട് വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിനും പോകണമെന്നുണ്ട്. അങ്ങനെ രാമനോട് സീത ഗർഭവതി തൻ്റെ ആഗ്രഹം പറഞ്ഞു. രാമൻ പറഞ്ഞു, നാളെ പോകാം. രാമൻ വെറും വാക്ക് പറയില്ല. ഇതാണ് രാമൻ്റെ ഗുണം. രാമൻ രണ്ടാമതൊന്നും പറയില്ല, എന്ത് പറഞ്ഞോ അത് ചെയ്യും. രാമായണത്തിൽ ഉട്ടനീളം രാമൻ അങ്ങനെയാണ്. ശ്രീരാമചന്ദ്രൻ ഇത്രയും പറഞ്ഞ് തൻ്റെ ഭരണകാര്യങ്ങളിലേക്ക് മാറി. ആ ഭരണകാര്യങ്ങൾ മനസ്സിലാക്കണം. നല്ല രാജാവ് എപ്പോഴും രാജ്യം ഭരിക്കുമ്പോൾ ആ ദിവസത്തിൻ്റെ ആദ്യ പകുതിയിലോ അവസാന പകുതിയിലോ തൻ്റെ ചാരന്മാരുമായിട്ട് രാമൻ ഒരുമിച്ചിരിക്കും. 8 ചാരന്മാരാണ് രാമൻ്റെ ഉള്ളത്. ഇന്ന് നമ്മൾ സ്പെഷ്യൽ ബ്രാഞ്ച് എന്നൊക്കെ പറയില്ലേ, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇല്ലേ, അങ്ങനെയുള്ള രാജാവിൻ്റെ കണ്ണും കാതുമായി പ്രവർത്തിക്കുന്നവരാണ് ചാരന്മാർ. ഈ ചാരന്മാർ അവർ എല്ലാ ദിവസവും ഇരുന്ന് രാജാവ് കാണേണ്ടത് ഈ രാജ്യത്തുടനീളം കാണുകയും രാജാവ് കേൾക്കേണ്ടത് ഇവർ കേൾക്കുകയും ചെയ്ത് രാജാവിനോട് കാര്യങ്ങൾ അറിയിക്കും. ഇന്നും അങ്ങനെ തന്നെയാണ്. മുഖ്യമന്ത്രി വൈകുന്നേരം വിവിധ സൈനിക മേധാവികളുമായി ഒരുമിച്ചിരിക്കും. എന്താണ് നമ്മുടെ നാട്ടിലെ സ്ഥിതി? എല്ലാ ദിവസവും ഇരിക്കും. ഇന്നും ഇരിക്കുന്നുണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ. ഇതൊരു രാജാവിൻ്റെ പ്രാഥമിക ധർമ്മമാണ്. അങ്ങനെ രാജാവിൻ്റെ ദൂതന്മാരായിട്ടുള്ള ചാരന്മാരായിട്ടുള്ള പിങ്കളനും ഭദ്രനും വിജയനും മധുമത്തനും കാളിയനും സുരാജനും ഒക്കെ ആയിട്ടുള്ള അവരുമായി രാമൻ ഒരുമിച്ചിരുന്നു. രാമൻ അവരോട് ചോദിച്ചു, എന്തൊക്കെയാണ് വർത്തമാനങ്ങൾ പറയൂ. അവർ പറഞ്ഞു, രാജാവേ, എല്ലാം കേമാണ്. അങ്ങയെപ്പറ്റി പ്രജകൾ നല്ലത് പറയുന്നു. പ്രത്യേകിച്ചും ആ രാവണ നിഗ്രഹമുണ്ടല്ലോ, അതിഗംഭീരമാണ്. അതിലും ജനങ്ങളെ അത്ഭുതപ്പെടുത്തിയ ആ സേതുബന്ധനമാണ്. ഇങ്ങനെ അങ്ങയെക്കുറിച്ച് നല്ലത്, സീതയെക്കുറിച്ച് നല്ലത്. അപ്പം രാമൻ പറഞ്ഞു, മതി, പൊക്കിപ്പറച്ചിൽ തീർത്തു. ഉള്ളതുപോലെ പറയൂ. എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിലല്ലേ പരിഹരിക്കാൻ പറ്റുകയുള്ളൂ, അതുകൊണ്ട് പറയൂ. പറഞ്ഞു, രാജാവേ, ഉള്ളതാണ്. അപ്പോൾ രാമൻ പറഞ്ഞു, എന്നെപ്പറ്റി എന്ത് പറയുന്നു? ലക്ഷ്മണനെ പറ്റി എന്ത് പറയുന്നു? ഭരതനെ പറ്റി എന്ത് പറയുന്നു? സീതയെപ്പറ്റി എന്ത് പറയുന്നു? അമ്മമാരെ കുറിച്ച് എന്ത് പറയുന്നു? ഓരോരുത്തരും ഭരണത്തിൻ്റെ തണലിൽ നിൽക്കുന്ന സർവരെയും കുറിച്ച് പറയുന്ന എനിക്കറിയണം. എവിടെയെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ പരിഹരിക്കണമല്ലോ. അവർ പറഞ്ഞു, രാജാവേ, ഉള്ളതുപോലെ കൃത്യമായി പറയാം. ശുഭമായാലും അശുഭമായാലും നിങ്ങൾ എന്നോട് പറയണേ, എന്നാലാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കൂ. ഉടനെ തന്നെ ഭദ്രൻ പറഞ്ഞു, രാജാവേ, എന്നാൽ പറയട്ടെ. അങ്ങയുടെ മഹിമയെക്കുറിച്ച് ജനങ്ങളെല്ലാം പറയുന്നു. പക്ഷേ ഒരു കാര്യത്തിൽ ഞാൻ നോക്കുന്ന സ്ഥലത്ത് ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഭദ്രൻ എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞു, ദീർഘകാലം രാവണൻ തട്ടിയെടുത്ത സീതയെ രാമൻ സ്വഗൃഹത്തിലേക്ക് കൊണ്ടുവന്നു. രാവണൻ ബലമായി കൊണ്ടുവന്ന സീതയോടൊപ്പം ജീവിച്ചാൽ തമ്പുരാൻ എന്ത് സുഖമാണാവോ ഉണ്ടാകുക. രാക്ഷസന്മാരുടെ ഇടയിൽ ദീർഘകാലം ജീവിച്ച ഒരുവളെ എന്തിനായിരുന്നു നമ്മുടെ തമ്പുരാൻ സ്വീകരിച്ചത്? ഇനി അവരുടെ പ്രശ്നം കേൾക്കൂ. രാമൻ കൊണ്ടുവന്നൊന്നും ഇവരുടെ പ്രശ്നമല്ല. നാളെ നമ്മുടെ ഭാര്യമാരും
ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മളും സ്വീകരിക്കേണ്ടി വരില്ലേ? തമ്പുരാൻ ചെയ്തതല്ലേ നമ്മളും ചെയ്യേണ്ടി വരൂ. രാമൻ ഇത് കേട്ട് കുലുങ്ങിയില്ല. രാമൻ അടുത്ത ചാരനോട് ചോദിച്ചു, ഇവിടെ വെളുത്തേടൻ്റെ കഥയില്ല, പ്രത്യേകം മനസ്സിലാക്കണം. അടുത്തയാളോട് ചോദിച്ചു, അല്ലയോ വിജയ നോക്കുന്ന സ്ഥലം പറയൂ. വിജയൻ പറഞ്ഞു, രാജാവേ, അങ്ങയുടെ മഹിമയാണ്, പക്ഷെ അവിടെയും ഈ ഒരു പരാമർശമുണ്ട്. നാളെ നമ്മുടെ ഭാര്യമാർ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയാലും നമ്മൾ സ്വീകരിക്കേണ്ടി വരില്ലേ? തമ്പുരാൻ ചെയ്തതല്ലേ നമ്മളും ചെയ്യേണ്ടി വരിക എന്ന് അവരുടെ മനസ്സിലും അവരുടെ വിഷമം മുഴുവൻ സീതയുടെ പേരും പറഞ്ഞ് ഞങ്ങളുടെ ഭാര്യമാരെ ആരെങ്കിലും തട്ടിയെടുത്താലോ ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയാലോ നാളെ നമ്മൾ സ്വീകരിക്കേണ്ടി വരില്ലേ? രാമൻ അത് കേട്ടിട്ടും കുലുങ്ങിയില്ല. അടുത്ത മധുമത്തനോട് ചോദിച്ചു, മധുമത്ത നിങ്ങൾ പറയൂ. അദ്ദേഹം പറഞ്ഞു, രാജാവേ, ഈ ഒരു വർത്തമാനം അവിടെയുമുണ്ട്. 8 പേർ പറഞ്ഞ സ്ഥലത്തും ഇതേ പ്രശ്നമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അയോധ്യയിൽ മുഴുവൻ സീതയെ സംബന്ധിച്ചുള്ള ഈ വർത്തമാനമുണ്ട്. ഇത് കേട്ടപ്പോൾ രാമൻ്റെ മനസ്സ് വല്ലാതെ കലങ്ങി, വിഷമിച്ചു, ഇടുങ്ങി. ഉടനെ തന്നെ രാമൻ അവരെ പറഞ്ഞയച്ച് അവിടെ ഇരുന്നു. ശ്രീരാമൻ അവിടെ ഇരുന്ന് കുറേ നേരം ചിന്തിച്ചു, കുറേ നേരം കരഞ്ഞു. വാൽമീകി എഴുതി വെച്ച ആ ഭാഗങ്ങളൊന്ന് വായിച്ചാൽ ഏതൊരു സന്യാസിയുടെയും കണ്ണ് നിറയും. കാരണം സീതാരാമനെ സംബന്ധിച്ച് ശ്വാസോച്ഛ്വാസമായിരുന്നു, കേവലം ഒരു വ്യക്തി മാത്രമായിരുന്നില്ല. ആ സീതയെപ്പറ്റി മറ്റുള്ളവർ പറയുന്നു എന്നുള്ളത് രാമനെ സംബന്ധിച്ച് വലിയ വിഷമമായിരുന്നു. രാമൻ ഉടനെ അവിടെ ഇരുന്ന് കരഞ്ഞ് ആലോചിച്ചു. രാമൻ ആലോചിച്ചതെങ്ങനെയാണ്? സീതയുടെ പേരും പറഞ്ഞ് നാളെ സ്ത്രീകൾ ഇതുപോലെ ഇറങ്ങിപ്പോകുകയോ ബലാത്കാര രൂപേണ കൊണ്ടുപോകാൻ അങ്ങനെ ചെയ്യുകയോ ചെയ്താൽ നാളെ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന ഒന്നുണ്ട്. ഒരു രാജാവ് എന്ന നിലയിൽ തൻ്റെ നിൽപ്പുതറയിൽ നിന്ന് രാമൻ കുറേ ആലോചനകൾ ചെയ്തു. ഉടനെ സുമന്ത്രരോട് പറഞ്ഞു, സുമന്ത്രരെ, എൻ്റെ അനുജന്മാരെ കൊണ്ടുവരൂ, എല്ലാവരെയും വിളിക്കൂ. അങ്ങനെ ഭരത, ലക്ഷ്മണ, ശത്രുഘ്നന്മാർ വന്നപ്പോൾ ഗ്രസിച്ച ഒരു ചന്ദ്രബിംബം പോലെയുള്ള മുഖത്തോടു കൂടിയിട്ടുള്ള രാമനെ കണ്ടു. അസ്തമയ സാഗരത്തിലേക്ക് അന്തർധാനം ചെയ്യുന്ന സൂര്യഭഗവാന്റെ കിരണം പോലെ ആ മുഖം അവർക്ക് മനസ്സിലായി. കാന്തിയില്ലാതെ വിളറിയിരിക്കുന്ന രാമൻ്റെ മുഖം കണ്ട് അവർ വല്ലാതെ വിഷമിച്ചു. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് അവർ കണ്ടു. വാടിയ താമരപ്പൂ പോലെയുള്ള മുഖമുള്ള ശ്രീരാമഭദ്രൻ്റെ ആ മുഖം കണ്ട് ഭയപ്പാടോടെ ഇവർ ചോദിച്ചു, എന്തു പറ്റി? ഈ സമയത്ത് ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, അന്ന് ശൂന്യമായ ദണ്ഡകാരണ്യത്തിൽ നിന്ന് രാവണൻ സീതാദേവിയെ കൊണ്ടുപോയപ്പോൾ, അന്ന് നമ്മൾ സീതയെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ എനിക്കെൻ്റെ സീതയിൽ വിശ്വാസമുണ്ടായിട്ടും ഈ മാലോകരെല്ലാം നാളെ ഇത് വാഴ്ത്തിപ്പാടും, രാമൻ കാമലമ്പടനായതുകൊണ്ട് കൊണ്ടുപോകുന്നു എന്ന് പറയും. മാത്രമല്ല സീതയുടെ ചാരിത്രത്തിന് നേരെ സമൂഹം കൈചൂണ്ടുമെന്നറിഞ്ഞുകൊണ്ട് എൻ്റെ സീതയെ എനിക്ക് വിശ്വാസമുണ്ടായിട്ടും അന്ന് സീതാദേവി അഗ്നിപ്രവേശം ചെയ്തു, നിനക്കറിയാവുന്നതല്ലേ? അന്ന് അഗ്നിയിൽ നിന്ന് വന്ന അഗ്നിദേവൻ സീതയെ എനിക്ക് തരുമ്പോൾ സീത പരിശുദ്ധയാണെന്ന് പറഞ്ഞതല്ലേ ലക്ഷ്മണ? വായു ഭഗവാൻ പറഞ്ഞില്ലേ സീത പരിശുദ്ധയാണെന്ന്? മനസാവാച കർമ്മണ സീത ഒരു തെറ്റും ചെയ്തില്ലെന്ന് ദേവേന്ദ്രൻ വന്ന് പറഞ്ഞില്ലേ? സാക്ഷാൽ മഹാദേവൻ പറഞ്ഞില്ലേ? ലോകത്തിലെല്ലാവരും സീത പരിശുദ്ധയാണെന്ന് പറഞ്ഞിട്ടും എന്തേ ജനങ്ങൾക്കിത് മനസ്സിലാകാത്തത്? എൻ്റെ ഹൃദയം വല്ലാതെ നോവുന്നു എന്ന് പറഞ്ഞ് ശ്രീരാമൻ അങ്ങനെ വാവിട്ട് കരയുന്ന ഒരു രംഗം വാൽമീകി എഴുതിയിട്ടുണ്ട്. എന്നിട്ട് രാമൻ പറഞ്ഞു, ലക്ഷ്മണ, എൻ്റെ സീത പരിശുദ്ധയാണെന്ന് എനിക്കറിയാം, പക്ഷേ അത്രയും പറഞ്ഞു നിർത്തി. ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, ഇനി ഞാൻ പറയുന്നത് ചെയ്യണം. നാളെ വാൽമീകി മാമുനിയുടെ ആശ്രമത്തിൽ പോകണമെന്ന് സീത എന്നോട് പറഞ്ഞിട്ടുണ്ട്. സുമന്ത്രരോട് ഒരുക്കുവാൻ പറയുക. മറിച്ചൊരക്ഷരം പറയാതെ സീതയെ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ കൊണ്ടാക്കുക, തിരിച്ചു പോരുക. എവിടെയും കൊണ്ട് കളയാൻ പറഞ്ഞില്ല. സീത എവിടെ പോകണമെന്ന് പറഞ്ഞോ അത് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ ശ്രീരാമചന്ദ്രനെ കൊണ്ട് ഇത് തീരുമാനിപ്പിച്ചത് എന്താ? ശ്രീരാമചന്ദ്രൻ്റെ സംഘർഷം എന്ന് പറയുന്നത് രാമൻ എന്ന് പറയുന്ന രാജാവും രാമൻ എന്ന് പറയുന്ന ഭർത്താവും തമ്മിൽ വലിയ സംഘർഷമുണ്ടായിരുന്നു. ഈ സംഘർഷം രാമൻ്റെ ജീവിതത്തിൽ ഉണ്ടായ സമയത്താണ് രാമൻ എന്ന് പറയുന്ന രാജാവും ഭർത്താവ് കരയാണ്. അരണ്യകാണ്ഡത്തിൽ നിങ്ങൾ വായിച്ചാൽ കരയുന്ന ഭാഗങ്ങളുണ്ട് രാമായണത്തിൽ. സീത ഏർപ്പെട്ടതോടുകൂടി ചിത്തഭ്രമം വന്ന രാമനെ എത്ര ഭംഗിയായിട്ടാണ് വാൽമീകി അവതരിപ്പിക്കണേന്നറിയോ? എന്നിട്ട് രാമൻ ഈ രാജാവിൻ്റെ ധർമ്മവും ഭർത്താവിൻ്റെ ധർമ്മവും
ഇവിടെ ശ്രീരാമൻ്റെ മുഖ്യധർമ്മം ഏതാ? രാജാവാണോ ഭർത്താവാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? മുഖ്യധർമ്മവും ഗൗണധർമ്മവും തമ്മിൽ സംഘർഷമുണ്ടായി എന്ത് ചെയ്യണം? മുഖ്യത്തെ സ്വീകരിക്കണം, ഗൗണത്തെ തള്ളിക്കളയണം. ഗൗണത്തെ തള്ളിക്കളയുമ്പോൾ മനസ്സ് വിഷമിക്കും, കരയും, തൻ്റെ ജീവിതത്തെ സർവസ്വവും നഷ്ടപ്പെടും. പക്ഷേ ശ്രീരാമഭദ്രൻ ഭർത്താവെന്ന ചെറിയ വൃത്തത്തിൽ നിന്ന് മാറി രാജാവെന്ന വലിയ വൃത്തത്തിൽ നിന്ന് സീതാപരിത്യാഗത്തിന് തീരുമാനമെടുത്തു. കരഞ്ഞുകൊണ്ട് തന്നെയാണ്. വേണമെങ്കിൽ ശ്രീരാമൻ ഇവിടെ 3 കാര്യം ചെയ്യാമായിരുന്നു. ഒന്നില്ലെങ്കിൽ ജനങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കാതെ തൻ്റെ ഭാര്യയോടൊപ്പം ജീവിക്കാം. പ്രജകൾക്ക് രാജാവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ, അന്നത്തെ കാലത്തെ രാജാവ് മഹാവിഷ്ണുവിന് തുല്യമാണ്, പ്രജകൾക്ക് പിതാവാണ്. മുനിമാർ രാമനോട് പറയുന്നുണ്ട്, തള്ള പിള്ളയെ കാക്കുന്നത് പോലെ രാമ നീ ഞങ്ങളെ കാക്കണേ എന്ന്. രാജാവ് മറ്റുള്ളവർക്ക് മാതൃകയാണ്. മാതൃകയായ രാജാവിലൊരു ദോഷം, ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ആ അന്നത്തെ നിൽപ്പുതറയിൽ രാജാവ് കളങ്കിതനാകരുത്. രാജാവ് മോഡലായിരിക്കണം, റോൾ മോഡലായിരിക്കണം. ആ രാജാവ് കരഞ്ഞുകൊണ്ട് സീതാപരിത്യാഗം ചെയ്തില്ലെങ്കിൽ പ്രശ്നം, പ്രജകൾക്ക് രാജാവിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. ഒന്ന്. ഇനി അല്ല, പ്രജകൾക്ക് എൻ്റെ ഭാര്യയിൽ വിശ്വാസമില്ലെങ്കിൽ രാമന് ആ സീതയെയും കൊണ്ട് എവിടെയെങ്കിലും പോയി ജീവിച്ചൂടെ? ഇപ്പോൾ ഗൾഫിലൊക്കെ പോകാറില്ലേ നമ്മൾ പലരും? അങ്ങനെ സീതയെ കൊണ്ട് പോവാം. പിന്നെ ആര് അയോധ്യ ഭരിക്കും? ഭരതന് നേരത്തെ വേണ്ട, ലക്ഷ്മണനെ വേണ്ട, ശത്രുഘ്നനും വേണ്ട. വാൽമീകി രാമായണത്തിൽ ഒരു അധ്യായം മുഴുവൻ അരാജക ദോഷത്തെക്കുറിച്ചാണ്. രാജാവില്ലെങ്കിൽ രാജ്യത്ത് എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ അറിയാവുന്ന രാമൻ 2ാമത്തെ തീരുമാനം എടുത്തില്ല. പിന്നെ 3ാമത്തെ തീരുമാനം സ്വന്തം സുഖം അങ്ങ് മാറ്റിവെക്കുക എന്നുള്ളതാണ്. അതാണ് ശ്രീരാമചന്ദ്രൻ ചെയ്ത സീതാപരിത്യാഗം. വേണമെങ്കിൽ നമുക്ക് വ്യത്യസ്ത നിൽപ്പുതറകളിൽ നിന്ന് വീണ്ടും ഇതിനെ കാണാം. രാമനും സീതയും ഒരുമിച്ച് ജീവിച്ചത് 27 വർഷമാണ്. 1, 2 ഒന്നും അല്ല, 27 വർഷം ഒരുമിച്ച് ജീവിച്ചു. 27 വർഷം ജീവിച്ചപ്പോൾ രാമന് സീതയെ മടുത്തു. അങ്ങനെയാണ് ശരിയാ. ഈ ഒഴിവാക്കിയതിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. ഇനി അതല്ല, രാമൻ സീതയെ പരിത്യജിന് ശേഷം രാമന് 39 വയസ്സാ അപ്പോൾ പ്രായം. ഒരു ആൺകുട്ടിയെ സംബന്ധിച്ച് 39 തുടുത്ത യൗവനമാണ്. സീതയ്ക്ക് 32 വയസ്സാണ്. 7 വയസ്സാണ് രാമനും സീതയും തമ്മിലുള്ള ഏജ് ഡിഫറൻസ്. ഐഡിയൽ ഏജ് ഡിഫറൻസ് ഇന്നും 7 വയസ്സാ. ഇഷ്ടപ്പെടില്ല, എന്നാലും പണ്ടത്തെ കാര്യമാണ് പറയണത്. ഞങ്ങളൊക്കെ ഒപ്പം മതി എന്ന് പറയുന്നവരാ. എന്തോ ആവട്ടെ, സാമാന്യ ബുദ്ധിയും ബോധവുമില്ലാത്ത ചില പ്രശ്നങ്ങളുണ്ട്. അക്കങ്ങളും അക്ഷരങ്ങളും മനഃപ്പാഠമാക്കി പഠിച്ച് A+ നേടിയതിൻ്റെ പ്രശ്നമുണ്ട്. പ്രായോഗിക ജീവിതത്തെക്കുറിച്ച് കുറച്ചൊരാലോചനയുണ്ടാകുന്നതും നല്ലത് തന്നെ. ഏതായാലും മടുത്തിട്ടാണെങ്കിൽ ശരിയാ. ഇന്നൊക്കെ നമ്മുടെ നാട്ടിലില്ലേ മൊഴി ചൊല്ലലോ തലാക്ക് ചൊല്ലലോ, കഴിഞ്ഞു, നീ കഴിഞ്ഞു ആയിരുന്നെങ്കിൽ തെറ്റ്. 2, അന്നത്തെ കാലത്ത് ക്ഷത്രിയൻ എത്ര വിവാഹം വേണമെങ്കിലും കഴിക്കാം, എത്ര വേണമെങ്കിലും കഴിക്കാം. അച്ഛനാണെങ്കിൽ 3 കെട്ടി മാതൃക കാണിച്ചിട്ടുണ്ട്. രാമന് കെട്ടാമായിരുന്നു. രാമൻ മുനിവൃത്തിയിലാണ് ജീവിച്ചത്. മുനിവൃത്തി പ്രത്യേകം മനസ്സിലാക്കണം, മുനിവൃത്തിയിലാണ് ജീവിച്ചത്. അതുകൊണ്ട് രാമന് വിവാഹം കഴിക്കാൻ അച്ഛൻ മോഡലായിരുന്നു. രാമൻ വിവാഹം കഴിച്ചില്ല. മാത്രമല്ല, ഏകപത്നി വ്രതം എന്ന വ്രതമുള്ളവനാണ് രാമൻ. അമ്മമാർ നിർബന്ധിച്ചു. മാത്രമല്ല, യാഗം, അശ്വമേധ യാഗം നടക്കുമ്പോൾ യജമാനനോടൊപ്പം യജമാന പത്നിയും കൂടെ വേണം. യജമാന പത്നിയുടെ സ്ഥാനത്ത് വേണമെങ്കിൽ മറ്റൊരു ഭാര്യയെ കൊണ്ട് ഇരുത്താമായിരുന്നു. രാമനത് ചെയ്തില്ല. മറിച്ച് രാമൻ ഒരു കാഞ്ചന സീതയെ, സ്വർണം കൊണ്ട് സീതയെ ഉണ്ടാക്കി. എന്തുകൊണ്ടുണ്ടാക്കി? രാമൻ ഏകപത്നി വ്രതം സ്വീകരിക്കും. മാത്രമല്ല, സീതാദേവിയെ രാമൻ ഉപേക്ഷിച്ചാൽ, നമുക്കൊരു മകളുണ്ട്, ആ മകളെ വിവാഹം കഴിച്ചു, 3 അയച്ചപ്പോൾ 3 മാസം ഗർഭിണിയായി. ആ ആൺകുട്ടി അവളെ കൊണ്ട് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ നടതള്ളി. നമ്മൾ എന്തു ചെയ്യും? എന്തു ചെയ്യുന്നോ? നേരെ ഒരു വണ്ടി എടുത്തു മകളെ ആ കാറിലാക്കി വീട്ടിൽ കൊണ്ടാക്കും. ആ പെങ്ങൾക്ക് ആങ്ങളമാരുണ്ടെങ്കിൽ അളിയനെ വിളിച്ച് 2 കരണത്തിന് 2 കൈപ്പത്തി പതിപ്പിക്കും. എന്നിട്ട് പറഞ്ഞ്, അളിയ വേണമെന്ന് വെച്ചിട്ടല്ല, കയ്യിലിരിപ്പിന് ഇതേ പറ്റുള്ളൂ. അച്ഛൻ എന്ത് ചെയ്യും? വാർഡ് മെമ്പറെ വിളിക്കും. അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് ഫയൽ ചെയ്യില്ലേ? ഏതെങ്കിലും കോടതിയിൽ നമ്മൾ കേസ് ഫയൽ ചെയ്യില്ലേ? ഈ സീതയ്ക്ക് അപ്പോൾ അച്ഛനുണ്ടല്ലോ, ജനകൻ, ലോകം കണ്ടതിൽ വെച്ച് വിഖ്യാതനായ ജനകൻ. എന്തേ തൻ്റെ മകളെ തിരിച്ചു കൊണ്ടുപോവാഞ്ഞത്? രാമൻ ചെയ്ത പ്രവൃത്തിയിൽ തെറ്റില്ല എന്ന് ജനകൻ
ജനകൻ അറിയാം. ജനകൻ ജീവിച്ചിരിപ്പുണ്ട്. അന്നത്തെ കാലത്ത് ജനകൻ ഉച്ചത്തിലൊരു ഒച്ച വെച്ചിരുന്നെങ്കിൽ, ശ്രീരാമചന്ദ്രൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അന്ന് ലോകം മുഴുവൻ രാമനെതിരെ നിൽക്കുമായിരുന്നു. അപ്പോൾ ജനകൻ എന്തുകൊണ്ടും മിണ്ടിയില്ല. രാമൻ എന്ന് പറയുന്ന അയോധ്യാധിപതിയായ രാജാവ് ദുഃഖം സ്വീകരിച്ചും തൻ്റെ ഭാര്യയെ ത്യജിക്കുമ്പോൾ ഉപേക്ഷിക്കല്ല ചെയ്തത്. സീതയെ ഉപേക്ഷിക്കല്ല, ത്യജിക്കുകയാണ്. നമ്മൾ പലതും ഉപേക്ഷിക്കുന്നവരാ. ഒരു ചെരുപ്പ് ഉപേക്ഷിക്കും, അടുത്തത് വാങ്ങും. ഒരു വസ്ത്രം ഉപേക്ഷിക്കും, അടുത്തത് വാങ്ങും. ത്യജിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ഥാനത്ത് മറ്റൊന്നും വരില്ല. ഏറ്റവും മൂല്യമുള്ളതാണ് നമ്മൾ ത്യജിക്കുക. അപ്പോൾ ശ്രീരാമഭദ്രൻ്റെ ആ ചെയ്തിയിൽ ജനകൻ, സീതയ്ക്ക് സഹോദരിമാർക്ക് ഉണ്ടായിരുന്നില്ലേ, അവർക്ക് പറയാമായിരുന്നല്ലോ. ഏത് നിൽപ്പുതറയിൽ നിന്നും രാമായണത്തിൻ്റെ ഈ ധർമ്മം എന്നുള്ള അടിസ്ഥാന തത്വത്തിൽ നിന്ന് നമ്മൾ ചിന്തിച്ചാൽ, എങ്ങനെ വേണമെങ്കിലും ഏത് വാദം ഉന്നയിച്ചാലും രാമായണത്തിൻ്റെ മണ്ണിൽ നിന്ന്, വാൽമീകി മാമുനിയുടെ ആശ്രമത്തിണ്ണയിൽ നിന്ന്, ത്രേതായുഗത്തിൻ്റെ നിയമങ്ങളുള്ള ആ മണ്ണിൽ നിന്ന് നമ്മൾ രാമായണത്തെ ശരിക്കും പഠിച്ചാൽ ശ്രീരാമചന്ദ്രൻ്റെ സീതാപരിത്യാഗം നഷ്ടം രാമനാണ്, സീതയ്ക്കല്ല. സീതയെപ്പോലെ ഇത്രയും നല്ലൊരു സുന്ദരീരത്നത്തെ ഈ രാമനെ കുറ്റം പറയുന്ന ആരെങ്കിലും അത് ചെയ്യുമെന്നുള്ള വേറെ കാര്യമാണ്. പക്ഷേ ആ രാമൻ സീതയെപ്പോലെ ഒരു മഹതി തൻ്റെ ജീവിതത്തിൽ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ, ശ്രീരാമചന്ദ്രൻ ജീവിതം മുഴുവൻ പിന്നീട് ജീവിച്ച ആ 14 വർഷക്കാലം 15 വർഷക്കാലം ഒരു മുനിയെപ്പോലെ തൻ്റെ ആ ധർമ്മപത്നിയെ ഓർത്ത് കേണ് എന്നാൽ തൻ്റെ ധർമ്മം പൂർണ്ണമായും ചെയ്ത ശ്രീരാമഭദ്രനുണ്ട്. പറയാൻ ഇനിയും ഒരു 10-13 കാര്യങ്ങൾ കൂടി എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ സമയം നമുക്കില്ലാത്തത് കൊണ്ടും ശ്രീരാമഭദ്രനെ നാം മനസ്സിലാക്കേണ്ടത് വാൽമീകി മാമുനിയുടെ ആശ്രമത്തിണ്ണയിൽ ഇരുന്നിട്ടാണ്. ഈ കലിയുഗത്തിൽ ത്രേതായുഗത്തെ പുനർജീവിപ്പിച്ചാണ്. ചാണകം മെഴുകിയ ആ കോലായിലിരുന്ന് ശ്രീരാമഭദ്രൻ്റെ ജീവിതത്തെ നമുക്ക് സമ്മാനിച്ച ആദി കവിയുടെ ആ അരുമ സന്താനത്തിൻ്റെ ചരിതം വാൽമീകീയ രാമായണത്തിലൂടെ നാം പഠിക്കണം. അത് പഠിച്ചിട്ട് കുറ്റം പറയൂ, ഒരു പ്രശ്നവുമില്ല. പക്ഷെ വാൽമീകി രാമായണം ഇതുവരെ തൊട്ടിട്ടില്ലാത്തവൻ വാൽമീകിയുടെ രാമനെ കുറ്റം പറയുമ്പോൾ, ആ ആദർശമൂർത്തിയെ കുറ്റം പറയുമ്പോൾ, ആ സർവാവയവ സമ്പന്നനെ കുറ്റം പറയുമ്പോൾ കഷ്ടം എന്നേ പറയാനുള്ളൂ. ബാലരമ വായിച്ചോ സീരിയൽ കണ്ടോ അല്ല സീതാപരിത്യാഗവും രാമായണവും പഠിക്കേണ്ടത്. മഹാഭാരതവും അങ്ങനെ തന്നെ. നമുക്ക് കൂടുതൽ ആഴത്തിൽ ഭംഗിയോടെ വാൽമീകി മാമുനി നമുക്ക് സമ്മാനിച്ച ഈ വാൽമീകീയ രാമായണം പഠിക്കാൻ നമുക്ക് സാധിക്കണം എന്ന്